ഭാഗവതത്തിലെ ഉദ്ധവോപദേശം എന്താണ്? ഇതൊരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ എല്ലാം ആവശ്യമാണ്, പക്ഷെ ഇത് വളരെ ആവശ്യമാണ്. കാരണം ഇവിടെയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ജീവിത കാര്യം. അതായത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കരുതിയിരിക്കുന്നത് ഒരു സുഖവും സന്തോഷമൊക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് പൊതുവേ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു ധാരണ. എന്നാൽ ജീവിതത്തിലാണ് പലതും നമ്മൾ കണ്ടും കൊണ്ടും കേട്ടും പഠിക്കുമ്പോഴാണ് നമ്മൾ സ്വപ്നം കണ്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ പലപ്പോഴും അതൊക്കെ ഉൾക്കൊള്ളാൻ പലർക്കും പറ്റില്ല. അതൊക്കെ പലരുടെയും ജീവിതത്തെ താളം തെറ്റിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഉദ്ധവരും കൃഷ്ണനും തമ്മിലുള്ള ഒരു ബന്ധം. കൃഷ്ണനിൽ ജീവിതം സമർപ്പിച്ച ആളായിരുന്നു ആര്? ഉദ്ധവർ. 100ഓളം വർഷം കൃഷ്ണൻ്റെ കൂടെ ജീവിച്ചു ഉദ്ധവർ. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്ധവരുടെ ഒരു ബോധം എന്താണ്? എന്നും എൻ്റെ കൂടെ ആരുണ്ടാവും? കൃഷ്ണനുണ്ടാവും എന്നാണ്. അല്ലെ? അങ്ങനെയല്ല എല്ലാവരുടെയും വിചാരം. ഇപ്പം കല്യാണം കഴിയുമ്പം എന്താ വിചാരം? ഭർത്താവും ഭാര്യയ്ക്കായിട്ടൊന്നും ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്നൊക്കെയാണ് കരുതുക. ആണോ? എല്ലാവരും എങ്ങനെയല്ലേ കരുതുക? അതിനല്ലേ ജാതകമൊക്കെ നോക്കുന്നത്? ദീർഘസുമംഗലി ഭാഗ്യമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ? പൊരുത്തമുണ്ടോ നോക്കുന്നത് അതിനല്ലേ? ആണോ? അല്ലാതെ ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തേക്കുള്ള കോൺട്രാക്റ്റ് അല്ലല്ലോ ജീവിതം. ആണോ? ഒരു കൊല്ലത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണോ ജീവിതം? അങ്ങനെ കോൺട്രാക്റ്റിൽ ജീവിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? പറ്റുമോ? ഇല്ല. ഒരു 6 കൊല്ലം വരെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ജീവിക്കാം, ഒരു കോൺട്രാക്റ്റ്. അങ്ങനെ ഒരു എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അത് സംഭവിക്കില്ല, സാധ്യമല്ല മനുഷ്യർക്ക്. അപ്പോൾ അങ്ങനെ ഇവിടെ ഉദ്ധവർ ജീവിച്ചു. ഉദ്ധവരുടെ പ്രതീക്ഷ എന്താണ്? എൻ്റെ കൂടെ എന്നും കൃഷ്ണൻ ഉണ്ടാവുന്നു. എന്നാൽ അവസാനമായപ്പോൾ കൃഷ്ണൻ ഉദ്ധവരെയും എല്ലാവരെയും പിരിഞ്ഞുകൊണ്ട് ദ്വാരകയിൽ നിന്നും ഇറങ്ങുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ കടമകളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്കിവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഞാൻ ദ്വാരകയിൽ നിന്നും ഇറങ്ങുകയാണ്. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ദ്വാരകയ്ക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആർക്കും സ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. സുനാമി, കടൽ വന്ന് അടിച്ച് ദ്വാരകയെ തകർത്ത് കളയും. അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ നിൽക്കാതിരിക്കുക നല്ലത്. ഇവിടെ നിന്ന് എല്ലാവരും പൊയ്ക്കോളൂ, ഞാനും എനിക്ക് പോകേണ്ട സമയമായി. അത് പറഞ്ഞ അതായത് കൃഷ്ണൻ അവിടെ നിന്നും ഇറങ്ങിത്തിരിച്ചു. ആരോടും ഒരു ബന്ധവും കാണിക്കാതെ, ആരെയും കൂടെ കൂട്ടാതെ, ഒരു നിസ്സംഗനായി ഏകാന്തതയിൽ കൃഷ്ണൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഇത് ഉൾക്കൊള്ളാനുള്ള, താങ്ങാനുള്ള മനോബലം ഉദ്ധവർക്ക് ഉണ്ടായില്ല. കാരണം ഉദ്ധവരെ സംബന്ധിച്ച് അത്ര ഒരു തണൽ പോലെ നടന്ന ആളായിരുന്നു ഉദ്ധവർ. ഇന്നിപ്പോൾ ആ കൃഷ്ണൻ എന്ന ബലം, കൃഷ്ണൻ എന്ന ശക്തി, കൃഷ്ണൻ എന്ന താങ്ങ് തന്നെ വിട്ടുപോകുമ്പോൾ ഉദ്ധവർക്ക് എന്തോ തൻ്റെ ജീവിതം അങ്ങോട്ട് തകർന്നതുപോലെ, എന്തോ ഒരു ശൂന്യത. ഇനി എൻ്റെ കൂടെ ആരും ഇല്ല. ഇനി എന്ത് ജീവിതം? എന്തിന് ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? കാരണം ഇനി ജീവിതത്തിൽ മുന്നോട്ട് നോക്കാൻ പ്രതീക്ഷകളൊന്നുമില്ല. ആ സമയത്ത് ഉദ്ധവരാകെ ഒരു ശൂന്യതയിൽപ്പെട്ടു, ഇരുട്ടിൽപ്പെട്ടുപോയി. ആ ഉദ്ധവർ നേരെ ഓടി കൃഷ്ണൻ്റെ പിന്നിൽ ഓടി 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 കാൽക്കൽ ചെന്ന് ഒറ്റ വീഴ്ച. കൃഷ്ണൻ എടുത്തുയർത്തി ഉദ്ധവരെ. എന്നിട്ട് ഉദ്ധവർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നാഹം തവാംഗ്രികമലം ക്ഷണാർദ്ധമഭികേശവ തെക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. അങ്ങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും പിന്നെ ഉദ്ധവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അങ്ങ് വിചാരിക്കേണ്ട. കാരണം എനിക്കങ്ങനെ ജീവിക്കാനുള്ള മനോബലം ഇല്ല.
തവാഗ്ര കമലം ക്ഷണാർദ്ധമഭി തെക്തും സമുത്സഹേ. ക്ഷണനേരത്തേക്ക് പോലും അങ്ങയെ വേർപിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. അതായത് ഉദ്ധവരുടെ സുഖവും സന്തോഷവും ശക്തിയും ഒക്കെ ആരാണ്? കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ പോയാൽ സുഖവും പോയി, സ്നേഹം പോയി, സന്തോഷം പോയി, എല്ലാം ഒരു താങ്ങും തണലും ഒക്കെ എല്ലാം പോയതുപോലെ, ഒരു ശൂന്യത തന്നെ വിഴുങ്ങുന്നത് പോലെ, മനസ്സിലായില്ലേ? ഒരു തളർന്നു പോകുന്ന പോലെ ഉദ്ധവരാകെ വിഷമിച്ചു. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ഞാൻ ഇത്രയും കാലം വിവാഹം വേണ്ടാന്ന് വെച്ചു. ത്വയ്യാസനാടന സ്നാനക്രീഡാസനാദിഷു, ഞാൻ അങ്ങയുടെ കൂടെ നടന്നു, അങ്ങയുടെ കൂടെ ഇരുന്നു, പല കാര്യങ്ങളും ചെയ്തു. നമ്മൾ ഒരുമിച്ച് പലയിടത്തും കിടന്നും ഊണ് കഴിച്ചും തമാശ പറഞ്ഞും കളിയും ചിരിയൊക്കെ ആയിട്ട് നാളുകൾ പോയത് നമ്മളാരും അറിഞ്ഞില്ല. ഇപ്പോൾ അവസാനം അങ്ങനെ കഥം തിക്തുമുത്സഹേ, എന്നെ അങ്ങക്ക് എങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുന്നു? എന്നെ എങ്ങനെ അങ്ങേക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ ഭഗവാന് മനസ്സിലായി, ഉദ്ധവർ വല്ലാത്തൊരു മാനസികമായ ഒട്ടലിലാണ്, അടിമത്വത്തിലാണ്, ഒരു ദുർബലതയിലാണ്. അദ്ദേഹത്തിന് സ്വന്തം മനസ്സിനെ ഉയർത്താനായി കഴിഞ്ഞിട്ടില്ല. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഉദ്ധവ ഉപദേശം. പറയൂ, ഉദ്ധവ ഉപദേശം. അപ്പം ആദ്യം തന്നെ ഭഗവാൻ പറയണത്, ഉദ്ധവരെ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണേ. എന്താ അറിയും, നമ്മുടെ കേരളത്തിൽ ഇപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടി വരികയാണ്. അപ്പോൾ നോക്കൂ, ഇന്നത്തെ പത്രമെടുത്ത് നോക്കിയാലും ഒരമ്മയെയും ഒരു മകളെയും ഒരുത്തം വെട്ടിക്കൊന്നിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആരോ ആണ് എൻ്റെ താങ്ങും തണലും എന്ന് കരുതി അവനവൻ്റെ മനസ്സിനെ അടിയറ വെച്ച് മറ്റൊരാളെ കൂടുതൽ ആശ്രയിക്കും തോറും കുറേ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വെറുപ്പും ഇഷ്ടക്കേടുകളും വന്നാൽ നമ്മൾ ശത്രുക്കളായി മാറുന്നത് പലരും കാണില്ല. ഈ ശത്രുതയായിരിക്കും അതിൻ്റെ പാരമ്യതയിലെത്തി കത്തിയെടുത്ത് കുത്താനും വെട്ടാനൊക്കെ ഓരോരുത്തരും പ്രേരിപ്പിക്കുന്നത്. ആണോ അല്ലയോ? ആണോ? അപ്പോൾ ഈ തരത്തിലൊക്കെ ഇത്ര അധപ്പതിക്കാൻ എന്താ കാരണം? ഒന്ന്, തൻ്റെ തന്നെ കാലിൽ നിൽക്കാനുള്ളൊരു ത്രാണിയില്ല, ശക്തിയില്ല. രണ്ട്, താൻ കൂട്ടുകൂടുന്ന ആളുടെ ഉള്ളിലിരിപ്പിനെ ഒന്നും തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണും ഉറക്കെ പറയൂ ഇല്ല. അതുകൊണ്ട് ഇതെങ്ങനെയുള്ള ഒരുത്തനാണ്, മനസ്സിലായില്ലേ? താളെ എൻ്റെ തലയും കൊണ്ട് പോകുന്ന ഒരുത്തൻ്റെ കൂടെയാണ് തല വെച്ച് കൊടുക്കുന്നത് എന്നുള്ള അറിയണ്ടേ? അപ്പം അതിനൊക്കെയാണ് ഇവിടെ വിവേകം വേണ്ടത്. അപ്പം ഇവിടെ ഉദ്ധവരോട് കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവരെ ആത്മനോ ഗുരുരാത്മൈവ, ആത്മനോ ഗുരുരാത്മൈവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവൻ്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ മറ്റുള്ളവർക്കല്ല സാധിക്കുക, ആർക്കേ പറ്റുള്ളൂ? ഇത് വളരെ ശ്രദ്ധിക്കും നിങ്ങൾ. മറ്റുള്ളവരല്ല സ്നേഹവും മറ്റുള്ളവരല്ല സുഖവും തരണ്ട. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നമ്മൾ സയൻസ് ഉൾക്കൊണ്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഉള്ളത് മറ്റൊരാൾ തരേണ്ട കാര്യമില്ല. സ്നേഹം മറ്റൊരാൾ തരണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? സ്നേഹമില്ല. നിങ്ങളുടെ ഉള്ളിലില്ലാത്തത് വേറൊരാൾക്ക് തരാൻ അവർക്ക് പറയൂ സാധ്യമല്ല. മനസ്സിലാവുണ്ടല്ലോ? സയൻസിന് രണ്ട് നിയമങ്ങളേ ഉള്ളൂ. സയൻസിന് രണ്ട് നിയമങ്ങളേ ഉള്ളൂ. ഉള്ളതിനെ ഉണ്ടാക്കേണ്ടതില്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും പറ്റില്ല. പറയൂ. ഉള്ളൊരു സത്യത്തിനെ ഉണ്ടാക്കേണ്ടതില്ല, ഇല്ലാത്ത ഒന്നിനെ. അപ്പം എൻ്റെ ഉള്ളിലില്ലാത്തത് വേറൊരാൾക്ക് എങ്ങനെ ഉണ്ടാക്കിത്തരാൻ പറ്റും? എനിക്ക് എൻ്റെ ഉള്ളിൽ സ്നേഹമില്ല എന്നൊരാൾ കരുതിയാൽ അത് വേറൊരാൾക്ക് ഉണ്ടാക്കിത്തരാൻ പറ്റുന്നതാണോ? എൻ്റെ ഉള്ളിൽ സുഖമില്ല എന്ന് എനിക്ക് തോന്നിയാൽ അത് വേറൊരാൾക്ക് ഉണ്ടാക്കിത്തരാൻ പറ്റില്ല. അത് അന്ധതയാണത്, മൂഢത്വമാണ്. ആണോ? ആണോ അല്ലയോ? അപ്പം സ്നേഹവും സുഖവും ഉണ്ടാക്കുകയല്ല, ഉള്ളിലുള്ളതിനെ വളർത്തണം, വികസിപ്പിക്കണം. എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമുക്ക് പറ്റാത്തത്. കാരണം അതിന് ഉൾക്കണ്ണു തുറക്കണം. ഉള്ളിലുള്ളതിനെ പുറത്തെടുക്കാൻ
ഉൾക്കണ്ണ് തുറക്കണം. അത് ആത്മീയമായ പാതയിലൂടെ അല്ലാതെ വേറൊരു വഴിയില്ല. നാമജപാതി സംസ്കാരത്തിലൂടെ മാത്രമേ അത് ഉറക്കെ പറയൂ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കിത് മനസ്സിലാവും. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, കൊള്ളക്കാരൻ, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കൊന്നൊടുക്കിയും കൊല നടത്തിയൊക്കെ ആളുകളെ ഭീഷണിപ്പെടുത്തി ജീവിച്ച ഒരാൾ. ആ രത്നാകരൻ പരിവർത്തനം വന്ന് വാത്മീകിയായി, അല്ലേ? ആണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കരുണയും വാത്സല്യമൊക്കെ പുറത്തു. നേരത്തെ ആളുകളെ കൊല്ലുന്നതിൽ ക്രൂരത കാണിച്ച ആൾ അതേ രത്നാകരൻ തന്നെയാണ് 2 പ്രാവിൻ പക്ഷികളിൽ ഒന്നിനെ അമ്പ് ഏൽപ്പിച്ചപ്പോൾ മാനിഷാദ പ്രതിഷ്ഠാത്തം എന്നൊക്കെ പാടിയത്. കേട്ടിട്ടില്ലേ? അരുത് കാട്ടാള, കേട്ടിട്ടില്ലേ വരികൾ? അരുത് കാട്ടാള എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ കരുണ എവിടുന്ന് വന്നു? ആ കരുണ എവിടുന്ന് വന്നു? ഉള്ളിൽ നിന്ന്. അപ്പം നേരത്തെ ആ കരുണ ഉണ്ടായിരുന്നില്ലേ? അപ്പം നേരത്തെ എങ്ങനെ കരുണ ഇല്ലാത്തവനായത്? അപ്പോൾ ഒരു നാമജപ സംസ്കാരത്തിലൂടെ മാത്രമേ ഉറങ്ങിക്കിടക്കുന്ന സദ്ചിന്തകൾ, സദ്വാസനകൾ, സദ്ഭാവങ്ങൾ ഉറക്കെ പറയൂ പുറത്തു വരുള്ളൂ. അപ്പം നമ്മളോട് മറ്റൊരാൾ നല്ലത് പെരുമാറണമെങ്കിൽ നമ്മളാദ്യം അനുഷ്ഠാനങ്ങൾ വേണം. മറ്റൊരാളെയും അങ്ങനെയൊരു അനുഷ്ഠാന സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ദൈവീക സ്വഭാവങ്ങൾക്ക് പകരം പുറത്തു വരുന്നത് കൊലയുടെയും ആസുരിക. പറയൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ കേരളത്തിന് പറ്റിയതെന്താ അറിയോ? നിങ്ങൾക്കൊക്കെ പറ്റിയതെന്താ വെച്ചാൽ ട്യൂഷന് കുട്ടികളെ പറഞ്ഞയക്കും, അമ്പലത്തിൽ തൊഴുതു പോവും, നാമജപം എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. പിന്നെ എന്ത് ദൈവീകതയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോണത്? എന്ത് സദ്വാസനയാണ് ഉണ്ടാക്കാൻ പോണത്? മനസ്സിലാവുണ്ടല്ലോ. ഉറങ്ങിക്കിടക്കുന്ന സദ്ഗുണങ്ങൾ, സദ്ഭാവങ്ങൾ, സച്ചിന്തകൾ ഉണർന്നു വരണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറയൂ. അത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൊണ്ട് നടക്കണം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, സന്ധ്യയ്ക്ക് നോ ട്യൂഷൻ, ഓൺലി ഇൻഡ്യൂഷൻ. വൈകുന്നേരം കുട്ടികളെ എങ്ങോട്ട് പറഞ്ഞേക്കരുത്? ഉറക്കെ പറയൂ. ട്യൂഷന് പറ. സത്യം, ഞാനല്ല, ഭഗവാൻ പോലും അതിനെയാണ് പറയുന്നത്. ട്യൂഷന് വൈകുന്നേരം കുട്ടികളെ ഒരിക്കലും പറഞ്ഞേക്കുന്ന പരിപാടി ഉണ്ടാവരുത്. വീട്ടുകാരും എല്ലാവരും എന്തു ചെയ്യണം? ഒരു ദിവസം വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ ഒരു ദിവസം അത് ചൊല്ലുന്ന ഒരു സംസ്കാരം വരണം. ക്രമേണ അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ജനറേഷനിലേക്ക് വളർന്നു വരുമ്പോഴേക്കും പറയണം, ഈ നാമജപം അറിയാത്ത ഒരു കുട്ടിയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അതായത് ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം അറിയാത്ത കുടുംബത്തിലേക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന്. കേട്ടില്ലേ നിങ്ങൾ? അപ്പോഴാണ് ആമ്പിള്ളരും പെമ്പിള്ളരും ഒക്കെ എന്ത് പഠിക്കുള്ളൂ? പറയൂ. അപ്പം ക്രമേണ അവരിലെ ആസുരികത മാറി എന്തുവരും? ദൈവീകത ഉണരുമ്പോൾ അവരിലെ കാരുണ്യം, വാത്സല്യം ഇതെല്ലാം പുറത്തേക്ക് വരും. അപ്പോഴാണ് അവർക്ക് സ്നേഹം എന്താണെന്ന്. സ്നേഹം എന്ന് പറയുന്നത് കൊഞ്ചലോ കുഴയലോ അല്പം ഒരു കാമം അനുഭവിക്കലോ അല്ല, പരസ്പര ബഹുമാനമാണത്. എന്താണ്? പരസ്പര ബഹുമാനം. കേവലം ശരീര സുഖങ്ങളെ മാത്രം നോക്കുന്നതല്ല സ്നേഹം. അത് കാമമാണ്, അത് വെറും സെക്സാണ്. ആണോ? അത് ലസ്റ്റാണത്. എന്നാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് കേവലം ബോഡിയല്ല, ഒരു മനസ്സുണ്ടവർക്ക്, ഉണ്ടോ? അപ്പം ശരീര സുഖങ്ങൾ മാത്രമല്ല ജീവിതം. മനസ്സിനെ ഉയർത്തണം, മനസ്സിനെ കെയർ ചെയ്യണം, മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, മനസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യണം. വേണ്ടയോ? അപ്പോഴാണ് സ്നേഹത്തിൻ്റെ കാമമെന്നൊരു ഭാവവും അതിലുണ്ട്, ബഹുമാനമെന്നൊരു ഭാവവുമുണ്ട്. ഇന്ന് സ്നേഹത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? കാമത്തിലൊതുങ്ങിപ്പോവുകയാണ്. ഏതിലേക്ക് വരുന്നില്ല? ബഹുമാനത്തിലേക്ക് ഒതുങ്ങി വരും. അപ്പം ബഹുമാനത്തിലേക്ക് ഉയരണമെങ്കിൽ അതിനൊരു അനുഷ്ഠാന സംസ്കാരം അവർക്ക് പറയൂ അതില്ല നമ്മുടെ വീട്ടിൽ. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളൊക്കെ വിഷ്ണു സഹസ്രനാമവും പറയൂ ആ ഒരു സംസ്കാരത്താൽ മാറ്റിയെടുത്ത് നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോകും. നോക്കൂ നിങ്ങൾ, നമുക്ക് ഡൈവേഴ്സ് ഉണ്ടാവില്ലേ പിന്നെ? കാരണം എന്തുകൊണ്ടാണ് ഡൈവേഴ്സ്? എടുത്തുചാട്ടങ്ങളാണ്, അല്ലാതെ സ്വഭാവങ്ങളെ പ്രശ്നങ്ങളൊന്നുമല്ല. സ്വഭാവത്തേക്ക് ഇതിലും വലിയ സ്വഭാവത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തവരുണ്ട്. ഉണ്ടാവില്ലയോ? ആർക്കും സ്വഭാവങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല.
എത്രയോ ആളുകൾ സ്വഭാവങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു കള്ളൻ്റെ വീട്ടിലും ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവില്ലേ? അവർ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേ? ഉണ്ടോ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പോൾ കുറേ കഴിഞ്ഞാൽ സ്വഭാവങ്ങളെ സ്വാധീനിക്കണം. എന്ത് വേണം? ഇന്ന് പെൺകുട്ടികൾക്ക് അതിനുള്ള കഴിവില്ല. കാരണം ആത്മീയതയില്ലേ? പണ്ട് കാലത്ത് സ്ത്രീകളിൽ ആകർഷണം എന്ന് പറയുന്നത് അവരിലെ ആത്മീയതയായിരുന്നു, അനുഷ്ഠാനങ്ങളായിരുന്നു. പണ്ട് ഏകാദശിയും മറ്റു കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ നോക്കുക. ഇന്നിപ്പോൾ അവർ ഫേഷ്യൽ എന്താണ് അട്രാക്ഷനിലേക്ക് പോയി, ക്രീമുകളിലേക്ക് പോയി. അതുകൊണ്ടാണ് സ്ക്രീമിങ് അടിക്കുന്നത്. ക്രീമുകൾ ഉണ്ടെങ്കിൽ സ്ക്രീമുണ്ട് എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട്. എന്നാൽ അനുഷ്ഠാനമുണ്ടെങ്കിൽ മനോബലമുണ്ട്. മനോബലമുണ്ടെങ്കിൽ മറ്റുള്ളവരെയും സ്വാധീനിക്കാനുള്ളൊരു പറയൂ ശക്തി. മനോബലത്തിന് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ശക്തി വളരെ ഉറക്കെ പറയൂ നിങ്ങൾ. പഴയ കാലത്തുള്ള മുത്തശ്ശിമാരുടെയൊക്കെ കരുത്തതായിരുന്നു, അനുഷ്ഠാന ശക്തിയായിരുന്നു. പഴയ അമ്മമാർക്കൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 8ഉം 9ഉം 10ഉം മക്കളെയൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നത്. ആണോ? പറയൂ നിങ്ങൾ. ഇന്നിപ്പോൾ 2 മക്കളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അനുഷ്ഠാനം എന്നത് വളരെ കുറഞ്ഞു. എല്ലാവരും ജോലിക്കാരാണ്. രാത്രി 9-10 മണി വരെ ജോലി തന്നെയാണ്. അപ്പോൾ സമയമില്ല ആർക്കും. അതുകൊണ്ടോ കുട്ടികളും ക്രമേണ അകന്നകന്ന് അവരുടെ സ്വാർത്ഥതയിലേക്ക് അകലുക എന്ന് പറയാൻ എന്താ അർത്ഥം? അവരുടെ സ്വാർത്ഥത, അവരുടെ അഹങ്കാരം, അവരുടെ ഇഷ്ടം, അവരുടെ ലോകം, അതിലേക്ക് അങ്ങോട്ട് ചുരുങ്ങി വരുമ്പോൾ ക്രമേണ അവരിലെ സ്വഭാവം ദൈവീകമല്ല, അവരുടെ സ്വഭാവം ആസുരികമാവും. സ്വാർത്ഥതയും അഹങ്കാരവും ഡോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് അതിൻ്റെ പേരാണ് ആസുരികം. ഏതാണ്? ദൈവീകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന, കെയർ ചെയ്യുന്ന, മാനസികമായി ഉയർത്തുന്ന സംസ്കാരത്തിൻ്റെ പേരാണ് പറയൂ ദൈവീകം. ദേവന്മാർ ദാനം നൽകും, അസുരന്മാർ അതിനെ ഭോഗം ചെയ്യും. എന്താണ്? വരം വാങ്ങിച്ച് ഭോഗിക്കുന്നവരാണ് ആര്? അസുരന്മാർ. അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? അതായത് ദേവന്മാർക്ക് ദാനം ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവരിൽ വിശാലതയുണ്ട്. എന്നാൽ അസുരന്മാരതെല്ലാം ഭോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അവരിലെ സ്വാർത്ഥത ഡോമിനേറ്റിംഗ് ആണ്. സ്വാർത്ഥത കൂടുന്തോറും തന്നിലേക്ക് ചുരുങ്ങും. നിസ്വാർത്ഥത കൂടുന്തോറും മറ്റുള്ളവരെ കൂടി അവർക്ക് പറയൂ കെയർ ചെയ്യും. ആണോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആ സ്വാർത്ഥ സ്വഭാവം പണ്ടത്തേതിനേക്കാളും അവർക്ക് പറയൂ കൂടുതലാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് കുറവാണ്. അവരിൽ ആ കമ്മ്യൂണിറ്റി വൈസ് നിസ്വാർത്ഥരാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വന്നാൽ 1000 പേര് വരും ബ്ലഡ് കൊടുക്കാൻ. ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ 10,000 പേര് പോവും. ഒരാളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ ഒരു ബസ് നിറയെ ആൾക്കാരായിരിക്കും. ആണോ? കണ്ടില്ലേ നിങ്ങൾ? എന്താ ഇത്രയും ഐഡൻറ്റിഫിക്കേഷൻ? കാരണം അവരിൽ ആ ഒരു സമൂഹത്തോടുള്ളൊരു നിസ്വാർത്ഥതയുണ്ട്. ഉണ്ടോ? നമ്മൾ അങ്ങനെ ഒരു നാമജപ സംസ്കാരം നമ്മുടെ ഇടയിൽ ഇല്ല. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്, തെറ്റാണ്. തൊഴുതു പോവരുത്, അതൊരു വിനീത അപേക്ഷയാണ്. എന്ത് ചെയ്യരുത്? അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഒരു 108 തവണ നാമം ജപിച്ചിട്ട് അവിടുന്ന് പോവാം. മനസ്സിലായില്ലേ? അതുപോലെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കരുത്, ഒന്നും പ്രാർത്ഥിക്കരുത്. പിന്നെ എന്താ വേണ്ടത്? ജപിച്ച് തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അപ്പം എപ്പോഴും ബോധം വേണം. എന്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ശരിക്കും നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുള്ള? സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയുന്നവരുണ്ട്? നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരല്ലേ? എന്താണ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നമസ്കരിക്കുക എന്നാണ് അർത്ഥം. ഇത്രയേ ഉള്ളൂ. പിന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയായ അർത്ഥം? ആർക്കെങ്കിലും അറിയോ? അറിയുമെങ്കിൽ അറിയും, അറിയില്ലെങ്കിൽ അറിയില്ല. ശരിക്കുള്ള അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളെന്താ മനസ്സിലാക്കിയത്? മനസ്സിനെ അതൊന്നുമല്ല സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ഭാഗമാവുക എന്നാണ്. എന്തിൻ്റെ?
അപ്പം ഞാൻ എന്നെ സമർപ്പിക്കുന്ന സമയത്ത് ഇപ്പം നോക്കൂ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചൊരു വീട്ടിലേക്ക് പോകണം, സമർപ്പിക്കുകയാണ്. ആ കുട്ടി തൻ്റെ ജീവിതം മറ്റൊരു വ്യക്തിയിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ എന്താണ്? മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമായി ഈ പെൺകുട്ടി അവർക്ക് പറയൂ മാറുന്നു. ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത്, സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്തായി മാറുകയാണ്? ഭഗവാന്റെ ഒരു ഭാഗമാണെന്ന ബോധത്തിൽ ജീവിക്കണം. എൻ്റെ കൂടെ ആരുണ്ട്? കാരണം ഞാൻ എന്നെ സമർപ്പിച്ചു. അപ്പം ഞാനിപ്പോൾ ആരാണ്? ഭഗവാന്റെ ഒരു ഭാഗമാണ്, അംശമാണ് എന്ന ബോധം വരാറുണ്ടോ അമ്പലത്തിൽ പോയാൽ? അതുതന്നെയാണ് നിങ്ങൾ പോയിട്ട് ശരിയാവില്ല പറഞ്ഞത്. മനസ്സിലായില്ല? ഇത് മനസ്സിലാക്കാതെ വായുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എവിടെ അമ്പലത്തിൽ പോയിട്ട് എന്ത് കാര്യം? ഇത് ഞാൻ പറയണതല്ല, ആചാര്യസ്വാമികൾ പറയണത്. മനസ്സെന്ന ലഗ്നം കുരൂരംകൃപത്മേ തതയ്ക്കും 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 തതയ്ക്കും. വെറുതെ വായുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യമുള്ളത്? ആരെ കാണാൻ പോകുന്നു നിങ്ങൾ? നിങ്ങൾക്ക് തോന്നുന്നു അവിടെ ഒരു ഭഗവാൻ ഉണ്ടെന്ന്? അതൊക്കെ നിങ്ങളുടെ ഫൂളിഷ്നെസ് തോന്നുകയാണത്. അമ്പലത്തിൻ്റെ അകത്തൊരു ദൈവം ഉണ്ടെന്ന് നമ്മുടെ ഋഷി പറഞ്ഞിട്ടില്ല. അമ്പലത്തിനകത്തൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ധാരണയെ വെക്കരുത്. ഇതൊക്കെ നിങ്ങൾ തെറ്റുപഠിച്ചു വെക്കുകയാണ്. അമ്പലത്തിനകത്തൊരു ദൈവമുണ്ടെന്ന് ഋഷി എഴുതിയിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം എന്തുകൊണ്ടാണ് അമ്പലത്തിനകത്ത് ദൈവമില്ല പറയാൻ കാരണം? നിങ്ങൾക്ക് ഇതിൻ്റെ സയൻസ് പിടികിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കതാ വിഷമം. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടികിട്ടില്ല. ദൈവം ഒരു നിരീക്ഷകനല്ല, ദൈവം ഒരു നിരീക്ഷണമല്ല, ദൈവം ഒരു നിരീക്ഷകനാണ്. ആരാണ്? ഒബ്സർവറാണ്. അകത്തല്ല ദൈവം, അമ്പലത്തിനകത്തല്ല ദൈവം. ദൈവം നിങ്ങളുടെ ഉള്ളിലാണ്. അത് മറക്കരുത് നിങ്ങൾ. അമ്പലത്തിനകത്താരാ ദൈവം എന്ന് പറഞ്ഞത്? അതാണ് ശബരിമലയിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ത്വം തത്, നിന്നിലാണത് എന്നാണ്. അല്ലാതെ വിഗ്രഹത്തിലാണെന്നല്ല എഴുതി വെച്ചത്. ആണോ? ത്വം തത് അസി തത്വമസി ത്വമേവ തത്. അറിയണ്ടേ? ഗോഡ് ഈസ് നോട്ട് എൻ ഒബ്സർവേഷൻ, ഗോഡ് ഈസ് എൻ ഒബ്സർവർ. ദൈവം എന്ന് പറയുന്നത് നിരീക്ഷകനാണ്. ആരല്ല? ഒരു നിരീക്ഷണ വസ്തുവല്ല. അപ്പം അമ്പലത്തിലാണോ ദൈവം? മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? തന്നിലുള്ള ദൈവീകത മനസ്സിലായില്ലേ നിങ്ങൾക്ക്? തന്നിലുള്ള ദൈവീകത ഉറക്കെ പറയൂ, ഉണർത്താൻ. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ശബരിമല എന്നൊക്കെ പറയണത്, ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ അയ്യപ്പൻ എന്നൊക്കെ പറയണം. ഇപ്പം നിങ്ങളുടെ വിചാരം ഒരു വിഗ്രഹം ആണ് അയ്യപ്പൻ എന്നാണ് അല്ലേ? പക്ഷെ ആ ഒറിജിനൽ വിഗ്രഹം, ആദ്യത്തെ വിഗ്രഹം പണ്ട് മരത്തിൻ്റെ ഇരുന്ന് കത്തിച്ച് കളഞ്ഞ ആൾക്കാർ എന്ത് ചെയ്തു? കത്തിച്ചു. പിന്നെ അത് കരിങ്കല്ലിൻ്റെ വിഗ്രഹം തല്ലി പൊട്ടിച്ചു. പിന്നെയാണ് ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹം അല്ലേ? ഇനിയിപ്പോൾ ഈ വിഗ്രഹം കേട് വന്നാലും അയ്യപ്പൻ അവിടെ നിന്ന് പോകുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ അയ്യപ്പൻ ഒരു വിഗ്രഹമാണോ, ഒരു ശക്തിയാണോ? ഉറക്കെ പറയൂ, ശക്തിയാണ്. അപ്പം അയ്യപ്പൻ എന്നൊരു പറയുന്ന ശക്തിയെ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റുമോ? അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നാവുമോ? അപ്പോൾ അമ്പലത്തിലാണോ ദൈവം? അതെന്താ അങ്ങനെ വിഡ്ഢിത്തരം നിങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതാരോ നിങ്ങളുടെ തലയിൽ ഉറപ്പിത്. നിങ്ങൾ ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുക്കളാണ്, നിങ്ങൾ ഹിന്ദുക്കളല്ല. കാരണം അവർക്ക് ആൾത്താരയിലാണ് അവർ ദൈവത്തെ കാണുന്നത്, നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണണം. അപ്പം നിങ്ങൾക്ക് ഉറപ്പ് വേണം, ഞാൻ അമ്പലത്തിനകത്ത് പോകുന്നത് എൻ്റെ ഉള്ളിലുള്ള ദൈവീകതയെ ഉണർത്താൻ. അതിനെനിക്കൊരു രൂപം വേണം. അതിപ്പോൾ സുബ്രഹ്മണ്യനാവാം, കൃഷ്ണനാവാം, അയ്യപ്പനാവാം, ആരായാലും എവിടെ പോയാലും ഉണരുന്നത് എൻ്റെ ഉള്ളിലുള്ള പറയൂ ദൈവീകതയാണ്. അതിനല്ലേ അമ്പലത്തിൽ പോകേണ്ടത്? അത് ഉണരുന്നുണ്ടോ? അത് ഉണരുന്നുണ്ടോ? ഉണ്ട്. അത് നന്നായി. അല്ല, ഞാൻ ചോദിക്കുന്നതാ, നമ്മൾ അമ്പലത്തിൽ പോയിട്ടും ഒരു മാറ്റങ്ങളില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ടെന്താ കാര്യമുള്ളത്? അപ്പം അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകരുത്, തന്നെ സമർപ്പിക്കുക. അതായത് ഭഗവാന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന് പറയണമെങ്കിൽ എൻ്റെ കൂടെ ഭഗവാനുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. ആരുണ്ട്? ഭഗവാനുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകുന്ന തൊഴാനല്ല,
നാമജപത്തിനാണ്. എന്തിനാണ്? നാമജപത്തിനാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കല്ല, ദൈവീകതയിൽ ജീവിക്കുകയാണ്. എവിടെയാണ്? ദൈവീകതയിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ദൈവം എവിടെയല്ല. ഞാനെന്ന് പറയണമെങ്കിൽ പോലും എനിക്ക് ആര് വേണം? ആര് വേണം? ഈശ്വരൻ, ഭഗവാൻ വേണം. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങൾ നോക്കൂ, ഞാൻ പറയണത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും. അമ്പലത്തിലല്ല ദൈവം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ തെറ്റ് ചിന്തിക്കണ്ട. നിങ്ങൾക്കത് ക്ലിയറാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ എഴുതി വെച്ച ഒരു ശ്ലോകം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഭട്ടതിരിപ്പാട് പറയുന്നു, ഏവം ദുർലഭ്യവസ്തും നഭി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തൻവാ വാചാതിയാ വാ ഭരതിപദജന ക്ഷുദ്രദൈവസ്ഫുടേയം. 1-ാം ദശകത്തിലെ 2-ാം വരിയാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഞാൻ ആദ്യം കരുതി ഒരമ്പലത്തിനകത്താണ് ഗുരുവായൂരപ്പൻ. പക്ഷേ എന്തോ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി ഭഗവാൻ അവിടെയല്ല. എവിടെയുണ്ട്? ഹസ്തലബ്ധേയതന്യത്. എവിടെയുണ്ട്? എവിടെയുണ്ട്? ഇത് ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പം അമ്പലത്തിനകത്താണെന്നാണോ എഴുതിയത്? കൂടെയുണ്ട് എന്നാണോ എഴുതിയത്? ഉള്ളിലാണെന്നാണ്? ഏതാ എഴുതി വെച്ചത്? ഇനി നിങ്ങൾ പറയൂ ബാക്കി. ഭട്ടതിരിപ്പാട് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കൂടെയുണ്ട്, ഉള്ളിലുണ്ട് എന്നാണോ എഴുതി വെച്ചത്? അതോ പുറത്തുണ്ട് എന്നാണോ? പറയൂ. തൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. അപ്പം പറയുകയാണ്. അടുത്ത വരി എന്താ പറയണത് അറിയോ? ആരാണോ ഭഗവാനെ അന്യഭജതി, തന്നിൽ നിന്നും അന്യനായി ഭജിക്കുന്നത്, ക്ഷുദ്രദൈവസ്ഫുടേയം, ക്ഷുദ്ര മനസ്സുകളാണ് അവർ. ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ വളരെ ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ നല്ല മനസ്സെന്നാണ് അർത്ഥം. ഒരു ക്ഷുദ്രജീവി പറഞ്ഞാൽ വളരെ വളരെ സങ്കുചിത മനസ്സ്. എങ്ങനെയുള്ള മനസ്സ്? അവരാണ് ആരെവിടെ കാണുക? അന്യഭജതി, ഭഗവാനെ അന്യനായി വേറെയായി കാണുന്നവരുടെ മനസ്സ് എങ്ങനെയുള്ള മനസ്സ്? ക്ഷുദ്ര മനസ്സാണ്. എന്നാൽ ഭഗവാനോട് പറയുന്നു, ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഭഗവാനെ, ഗുരുവായൂരപ്പനെ കാണുന്നത് എവിടെയാണ്? നിശേഷമാത്മാനമേനം. എവിടെ കാണുന്നത്? എൻ്റെ ഉള്ളിൽ. അങ്ങനെ കാണുന്നവരെത്ര പേരുണ്ട് ഭഗവാനെ? എന്തോ എൻ്റെ കാഴ്ച പോയി പെട്ടെന്ന്. നോക്കൂ, നിങ്ങൾ ഇത്ര കൊല്ലായി നിങ്ങൾ കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയിട്ട്, LKG നിന്ന് UKGക്കെങ്കിലും കയറണ്ടേ? വെറുതെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ? ഞാൻ ചോദിച്ചൊരു കുട്ടിയോട്, നിൻ്റെ ക്ലാസ്സിൽ തീരെ പഠിക്കാൻ മോശമാരാണ്. പറഞ്ഞു ടീച്ചറാണെന്ന്. ഇത്രയും കാലമായിട്ട് ടീച്ചർ പാസ്സായിട്ടില്ല എന്ന്. ടീച്ചർ 5th തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് നമുക്ക് ലേശൊരു ബോധം വേണ്ടേ? നമ്മൾ ഭഗവാനെ കാണേണ്ടത്, ഞാനെന്ന് പറയണമെങ്കിൽ എനിക്ക് ഭഗവാൻ ഉണ്ടാവണം. ഭഗവാൻ ഇല്ലാതെ ഞാനില്ല. ഒരു രാമകൃഷ്ണ പരമഹംസർ പറയുന്ന പോലെ, ഒരു 1 എന്നൊരു ന്യൂമറിക്കൽ ഫിഗർ എഴുതണമെങ്കിൽ, 1 എഴുതണമെങ്കിൽ ഒരു 0 വേണ്ടേ? 0 ഇല്ലെങ്കിൽ ഒന്നില്ലല്ലോ. ഉണ്ടോ? ഇതുപോലെയാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ ആര് വേണം? ഭഗവാൻ വേണം. കാരണം മനസ്സുണർത്തുന്ന ശക്തിയാണ് ആര്? ഭഗവാൻ. ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കണ്ടേ? ഇത് തലയിൽ കയറണ്ടേ? വേണോ വേണ്ടയോ? അതോ അമ്പലത്തിലാണ് ദൈവം എന്ന് പറയുന്നതാണോ ശരി? അങ്ങനെയുള്ളവരെക്കുറിച്ച് ഭട്ടതിരിപ്പാട് ഇപ്പം എന്താ പറഞ്ഞത്? ഏതു തരം മനസ്സുള്ളവരെന്നാ പറഞ്ഞത്? ക്ഷുദ്ര മനസ്സുകൾ. പറയൂ, എത്ര പേർക്ക് ഇപ്പം ഉണ്ടത്? കൈ പൊക്കൂ. വേണ്ട, പൊക്കണ്ട. അതേ ഉള്ളൂ. ഹോൾസെയിലാണത്, റീറ്റെയിലല്ല. മനസ്സിലായില്ലേ? മൊത്തം അതേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കൈപ്പൊക്കേണ്ട കാര്യം, ഞാൻ വെറുതെ എൻ്റെ വിഡ്ഢിത്തരത്തിന് ചോദിച്ചു എന്ന് മാത്രം. അല്ല, ഞാൻ തമാശ പറയല്ല. കുറച്ചൊരു മാറ്റം വേണം തോന്നില്ലേ? നിങ്ങൾക്ക് വേണം തോന്നില്ല? വേണ്ട? അതാണ് നമുക്ക് എന്തുകൊണ്ടില്ല? നാമജപ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാതായിപ്പോയി. നിങ്ങൾ ഇവിടെ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ദിവസം വിഷ്ണു സഹസ്രനാമവും, ഒരു ദിവസം അങ്ങോട്ട് വിടാതെ ഒരു പിടി പിടിച്ച് നോക്കൂ, വണ്ടി കോട്ടയത്തെത്തും. വിടാതെ ഒരു പിടി പിടിച്ചാൽ ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിൽ സ്പാർക്ക് ചെയ്യും. ഒരു ദിവസം നിങ്ങളുടെ ഉള്ളിൽ കണ്ണു തുറക്കും. കഠോപനിഷത്തിൽ പറയും, യമൈവേഷവൃണതേ തേന ലഭ്യ തസ്സൈവ ആത്മാ. തസ്സൈവ ആത്മാ.
തനുസ്യാം, തൻ്റെ തന്നെ ആ സ്വഭാവത്തെ, സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതാണ് നമ്മൾ നിരന്തര അഭ്യാസം കൊണ്ട് ഒരു ദിവസം ഉൾക്കണ്ണ് പറയൂ തുറക്കും. അതെപ്പം നമുക്കറിയില്ല, പക്ഷെ തുറക്കട്ടെ, എപ്പോഴെങ്കിലും തുറക്കട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മുട്ടിക്കൊണ്ടേ ഇരുന്നാൽ തുറക്കുവിൻ എന്നാണ്. മുട്ടുവിൻ, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതെനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഇനിയും പറയാം, പാപം ചെയ്യാത്തവർ വേണ്ട മതി. അപ്പോൾ ഈ തരത്തിലൊക്കെ നമ്മൾ അതിലാണ് കുളിച്ച് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉദ്ധരേതാത്മനാത്മാനം, അവനവൻ ഉയർത്തണം. ഇത് കേട്ടിട്ട് ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് 24 ഗുരുക്കന്മാരുടെ കഥ. എത്ര? കുറച്ച് ഭാഗങ്ങൾ, 24 ഞാൻ പറയാൻ പോയാൽ മിക്കവാറും സപ്താഹം തീരില്ലേ നമുക്ക്. കാരണം അത്ര ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇവിടെയാണെങ്കിൽ 12:30 ആകുമ്പോഴേക്കൊക്കെ കൺക്ലൂഡ് ചെയ്യണം. ഒരു 5 ഗുരുക്കന്മാരെ നമുക്ക് നോക്കാം. എത്ര? 5. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുക. ധാരാളം അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ പ്രഭാഷണങ്ങൾ പല ആചാര്യന്മാരും പറഞ്ഞു കാണും. അതൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ 5 എന്താണ് ഞാൻ പറയാൻ കാരണം 5നെ? കാരണം മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? 5 ഇന്ദ്രിയങ്ങൾ. നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ട് ടോട്ടൽ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മങ്ങൾ. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ? എന്താ ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ? ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനം തരുന്ന ഇന്ദ്രിയം, അതിൻ്റെ പേരാണ് കണ്ണിലൂടെ കാഴ്ച എന്ന അറിവ് ഉണ്ടോ? കാതിലൂടെ കേൾവി, പിന്നെ ഏതാണ്? മൂക്കിലൂടെ വാസന, സ്മെല്ലുകൾ, പിന്നെ നാക്കിലൂടെ രുചി, പിന്നെ ത്വക്ക് എന്ന് പറയുക, ശരീരത്തിലൂടെ സ്പർശം, ചൂടും തണുപ്പും അല്ലേ, സ്പർശനമൊക്കെ നമ്മൾ അറിയുന്നു. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഇതിനെ പറയുക ജ്ഞാനേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാണ്? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. മനസ്സിലായോ? ഇതിലൂടെ നശിക്കുന്ന 5 ജീവികളുടെ കഥ പറയുകയാണ് കൃഷ്ണൻ. ഏതൊക്കെയാണ്? കണ്ണിലൂടെ നശിക്കുന്നത് ഈയാംപാറ്റ. വെളിച്ചം കണ്ട് പറന്നെടുക്കും. ആര്? നമ്മൾ കാണുന്ന കാഴ്ചയാണ്, ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈയാംപാറ്റ എന്നല്ല പറയാ, ഇവിടെ ഈയൽ എന്ന് പറയാം. അല്ല, ഈയൽ എന്നല്ലേ പറയാ? ഈയാംപാറ്റ എന്ന് വെച്ചു. അതിന് പല പേരുകളുണ്ട്. ചിലർ പാറ്റ എന്ന് പറയും. കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് വേറെന്തൊരു പേരാണതിൽ, അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പല പേരുകൾ. അപ്പോൾ ഈ പാറ്റ വെളിച്ചം കാണുമ്പോൾ പറന്നെടുക്കും. പക്ഷെ പാവം പാറ്റ അറിയില്ല ആ വെളിച്ചത്തോടടുക്കുന്തോറും ചൂടുണ്ട് എന്നുള്ളത്. ആ ചൂട് തട്ടി അതിൻ്റെ ചിറക് കരിഞ്ഞ് ആ മാംസം താഴേക്ക് വീഴും. പിന്നെ ആരാ കൊണ്ടുപോകുക അറിയാലോ? ഉറുമ്പുകൾ വലിച്ചു കൊണ്ടുപോകും അല്ലേ? ആ ജീവനുള്ള പുഴുവിനെ, മീൻസ് ആ പാറ്റയുടെ പുഴു ഭാഗം ഉണ്ടല്ലോ, അതിനെ ഉറുമ്പ് കടിച്ച് വലിച്ചതങ്ങനെ പെടഞ്ഞ് അങ്ങനെ പോവത്. ആ സമയത്ത് അതിന് തോന്നുമായിരുന്നു അത്രേ, ഹോ ഞാൻ ആ വെളിച്ചം കണ്ട് ചാടരുതായിരുന്നു. അപ്പം ഇതുപോലെ കൃഷ്ണൻ പറയുകയാണ്, നമ്മളുണ്ടല്ലോ, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ശ്രദ്ധിക്കുന്നില്ല അവരെ, ആ വർത്തമാനം പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങൾ മുന്നിലിരുന്ന് സംസാരിക്കില്ലേ പ്ലീസ്? മുന്നിലിരുന്ന് മറ്റുള്ള പുറകിലുള്ളവർ ഡിസ്റ്റർബ് ചെയ്യരുത്. നമുക്കറിയാം കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതു മുമ്പേ കണ്ടിട്ടറിയുന്നു ചിലരെന്നൊക്കെ പൂന്താനം പടിയുണ്ട്. അതുപോലെ മിന്നുന്നതെല്ലാം ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് നമുക്ക് 2 കണ്ണുണ്ട് എന്നതറിയണം. എത്ര കണ്ണ്? 2 കണ്ണ്. ഏതൊക്കെയാണ്? മാംസക്കണ്ണും അകക്കണ്ണും. ഏത്? പക്ഷേ ഈ അകക്കണ്ണ് പലപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ഗാന്ധാരിയുടെ കുടുംബത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കണ്ണിനെ തുറക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടോ നമ്മൾ പല അപകടങ്ങളെയും സൂക്ഷ്മമായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാ ഞാൻ പറയും, ഈ പെൺകുട്ടികളൊക്കെ ഈ ജപാനുഷ്ഠാനം ചെയ്തില്ലെങ്കിൽ
അറവുശാലയിലുള്ളവൻ ഭേദമാണ്, സ്നേഹിച്ചു കൊല്ലുന്നവൻ്റെ കയ്യിലാവും ചെന്ന് പെടുന്നത്. മനസ്സിലാവുണ്ടോ നിനക്ക്? സ്നേഹിച്ചു കൊല്ലുന്നവൻ. ഇന്നിപ്പോൾ എത്ര കുട്ടികളാണ് ആത്മഹത്യ? ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ ഒരു +2 പഠിപ്പിക്കുന്ന അധ്യാപികയാണ് ആ ചാലക്കുടി പുഴയിൽ പോയി ചാടി. ഇത് വായിച്ചു പത്രത്തിൽ. അപ്പോൾ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നമല്ലേ അത്? ആണോ അല്ലയോ? അപ്പോൾ ഒരു കുടുംബജീവിതം നയിച്ച് നല്ല ജീവിതം സ്വപ്നം കണ്ട അവസാനം മടുത്ത് മരണം ഇതിനേക്കാൾ ഭേദമെന്ന് ചിന്തിക്കണമെങ്കിൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പത്ര ജീവിതത്തിൽ ആ മുരടിപ്പ് വരണ്ടേ? ചിറക് കരിഞ്ഞു പോയി. എന്ത് കരിഞ്ഞു? ഇനിയും ജീവിക്കണം എന്ന ആശയില്ല. അപ്പം എന്തു പറ്റി? ആ സൂക്ഷ്മമായ കണ്ണ് തുറന്നില്ല. അപ്പം 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒന്ന്, തളരാൻ ആര് തളർത്തിയാലും തളരാൻ അനുവദിക്കുകയും ചെയ്യരുത്. തളർത്തുന്നവരെ പോലും അല്പം വെളിച്ചം പകരാൻ ഉള്ളൊരു ഉൾക്കരുത്ത് നമുക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അങ്ങനെ എത്രയോ ആളുകളെ പരിവർത്തനം വരുത്തിയ നാടാണത്. രത്നാകരനെ പരിവർത്തനം വരുത്തിയ നാടാണ്. അങ്ങനെ എത്രയോ ആളുകൾ. അത് സ്ത്രീകൾ സത്യത്തിലുണ്ടല്ലോ, ഉപാസന കൂടുന്തോറും ഒരാണിനെ പോലും മാറ്റിയെടുക്കാനുള്ള കഴിവ് ആരിലുണ്ട്? സ്ത്രീകളിലുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ നമുക്ക് മാതൃത്വവുമായി കണക്റ്റഡാണ്. ആണോ? അമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന അമ്മയിൽ കണക്റ്റഡാണ്. ആണോ? അപ്പോൾ ഏത് പെൺകുട്ടിയിലും ഒരു മാതൃഭാവമുണ്ട്. പക്ഷെ പെൺകുട്ടിയിൽ കാമുകീഭാവം മാത്രമായാൽ അതാ കുട്ടിയുടെ അന്ത്യമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയിലെ കാമുകിയും വേണം, ഏത് ഉണരണം? മാതൃഭാവം ഉണരണം. ആ മാതൃഭാവം ഉണരുമ്പോഴാണ് ആ പെൺകുട്ടി ഒരു ഗൈഡായി മാറുക. നിങ്ങൾ നോക്കൂ, മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ കാണാം. രാമായണം നോക്കൂ നിങ്ങൾ, എന്തൊരു ഉഗ്രമാണത്. രാമായണത്തിലെ ആ മാതൃഭാവം സീതയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമുണ്ട്. രാവണൻ കാമാന്തകനായിരുന്നു. ആ കാമാന്തനായിട്ടാണ് ദേവിയുടെ അടുത്ത് ചെല്ലുന്നത്. രാവണൻ ആ സീതയുടെ ശരീരം മാത്രമേ വേണ്ടൂ. ആണോ? പക്ഷേ രാവണനോട് ചോദിച്ചു, രാവണ, നിനക്കിപ്പോൾ ഇത്ര സീതയോട് ഇത്ര താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് പല വേഷവും കിട്ടാൻ അറിയാലോ, രാമൻ്റെ വേഷം കിട്ടി അങ്ങോട്ട് പോയിക്കൂടെ എന്ന്. സീതയെ ഐ ലവ് യു സീതയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നുകൂടെ? സീതയെ തെറ്റിദ്ധരിപ്പിച്ചൂടെ? അപ്പോൾ പറയണ, ഞാൻ രാമൻ്റെ വേഷം കെട്ടുമ്പോൾ എനിക്ക് സീതയോട് വലിയ ബഹുമാനം തോന്നുന്നു എന്നാണ്. എന്നിലെ കാമം തീരെ വരുന്നില്ല എന്നാണ്. എനിക്കങ്ങനെ ഒരു ചിന്ത തന്നെ വരുന്നില്ല എന്ന്. അത്ര ഒരു രാവണന് പോലും ഒരു ബഹുമാനം തോന്നുന്ന വിധത്തിലായിരുന്നു സീത. നിങ്ങൾ നോക്കൂ, ആ സീതയുടെ അത്രയും മഹത്വമല്ലേ, ആ ഉപാസനയുടെ മഹത്വമല്ലേ? മണ്ഡോദരി എത്ര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സീതയെ. ഉണ്ടോ ഇല്ലയോ? എന്തിനാണ് ആ സീതയെ നീ ഉപദ്രവിക്കുന്നത് രാവണ എന്നൊക്കെ ചോദിക്കുന്ന മണ്ഡോദരിയെ കാണാൻ പറ്റുമോ? ഉണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ് അവസാന രംഗത്തിലേക്ക് വരുമ്പം സീതയെ രാമൻ എന്ത് ചെയ്തു? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിങ്ങളെ ശീർഷാസനത്തിൽ നിർത്തും. ഞാനിത് പറഞ്ഞ വിഷയമാണ്. നേരത്തെ മറ്റത് വന്നു, തനി സ്വഭാവം വന്നു, കാട്ടിലുപേക്ഷിച്ചു എന്നൊക്കെ. കാട്ടിലുപേക്ഷിച്ചോ? എന്ത് ചെയ്തു? വാത്മീകി ആശ്രമത്തിൽ കൊണ്ടേൽപ്പിച്ചു. അത് കഴിഞ്ഞ് രാമന് തോന്നി സീതയെ കൊണ്ട്. അപ്പോഴേക്കും പിന്നെ കാലം മുന്നോട്ട് പോയി. രാമൻ അശ്വമേധയാഗം നടത്തുന്നു. അപ്പോഴാണ് ലവകുശന്മാർ വരുന്നതും രാമായണം പാടുന്നതും. ഇത് കേട്ട് രാമൻ അങ്ങനെ കരഞ്ഞുപോയി. തന്നെക്കുറിച്ചൊക്കെയാണല്ലോ പാടുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ആരാണ് ഇവരെന്ന്? ഏതോ ഋഷിപുത്രന്മാരെന്നാണ്. അപ്പോഴേക്കും ലക്ഷ്മണനും പറഞ്ഞു അവിടുത്തെ പുത്രന്മാരാണെന്ന്. പിന്നെ അവരെ സ്വീകരിക്കുകയാണ്. നോക്കൂ, രാമൻ അത്രയും ആ കുട്ടികൾ വലുതായിട്ടാണ് ആ കുട്ടികളെ കാണുന്നത് തന്നെ. അവരെ സ്വീകരിച്ച് പിന്നെ ലവകുശന്മാരൊക്കെ അവിടെ താമസിക്കും. ഇപ്പോൾ രാമന് തോന്നി സീതയെ ഇനി തിരിച്ചു കൊണ്ടുവരാം, കാരണം കുട്ടികളൊക്കെ എത്തിയല്ലോ എന്ന്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോഴാണ് സീത പറയുന്നത്, ഇനി അയോധ്യയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന്. അപ്പം ഇതൊക്കെ പറയാനുള്ള ഒരു ധൈര്യം, കരുത്ത്, മനസ്സിലായില്ലേ? അതിനൊക്കെ നല്ല അനുഷ്ഠാനമുള്ളവർക്ക് ഈ പറയാൻ പറ്റുള്ളൂ. ആണോ? രാമൻ സീതയോട് അത്രയും ബഹുമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു രാമൻ സീതയെ കൊണ്ടുവിട്ട പോലെ തനിക്കും ഒരു വ്യക്തിത്വമുണ്ടെന്ന് സീത
കാണിച്ചു കൊടുക്കണം. തന്നിലും ആ ഒരു ദൈവീകത ഉറക്കെ പറയൂ ഉണ്ടെന്ന്. ഇത് നമ്മുടെ കുട്ടികളിൽ നിന്നുണ്ടോ? താരതമ്യേന കുറവാണോ? ഉണ്ടോ? പറയൂ. അതിനാണ് നമ്മൾ അനുഷ്ഠാനമുള്ളവരായി മാറേണ്ടത്. അപ്പോഴാണ് ഉൾക്കണ്ണ് തുറക്കുന്നതും വരാൻ പോകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണുന്നതും. അപ്പം നമുക്ക് മനസ്സിലായി മാംസചക്ഷു പറ്റിച്ചേക്കാം, പക്ഷെ ആര് വഴി കാണിക്കും? ആര് വഴി കാണിക്കും? അകക്കണ്ണ് വഴി കാണിക്കും. അതിനെ തുറപ്പിക്കാൻ അനുഷ്ഠാനം വേണം. അല്ലെങ്കിൽ ആരുടെ ഗതി വരും? ആരുടെ ഗതി വരും? എന്താ ഗതി വരിക? വെളിച്ചം കാണും, ചാടും, ചിറക് കരിയും, ഉറുമ്പെടുത്ത് കൊണ്ടും. ഇതുപോലെ കണ്ടതൊക്കെ സത്യമാണെന്ന് കരുതി അതിൽ പല ചതിയും വഞ്ചനയും ഒക്കെ പെട്ട് പിന്നെ ഇരുന്ന് ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തൊരു സത്യമാണ് ഈ പറയുന്നത് നോക്കൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അകക്കണ്ണ് തുറന്നിടാൻ ആശാൻ ബാല്യത്തിലെത്തണം. ഇനി രണ്ടാമത്തെ കണ്ണു പറഞ്ഞു. ഇനി രണ്ടാമത്തത് കാത്. ഏതാണ്? കാത്. കാതുകൊണ്ട് നശിക്കുന്ന ഒരു ജീവിയായിട്ട് പറയുന്നത് കസ്തൂരി മാനിനെയാണ്. ഹിമാലയ സാനുക്കളിലുള്ള മാനാണ് കസ്തൂരി. കസ്തൂരി മാൻ്റെ പ്രത്യേകത ഈ പുറകു ഭാഗം അതിൻ്റെ രോമങ്ങൾ വളരെ കൂടുതലാണ്. അതിങ്ങനെ ഈ പക്ഷികളൊക്കെ ചിറക് വിരിക്കില്ലേ, ഇതുപോലെ അതിൻ്റെ രോമങ്ങളിങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ പരത്തി വയ്ക്കാൻ സാധിക്കുന്ന മാനാണ് ഏത്? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നല്ല സുഗന്ധം വരും. മസ്ക് എന്ന് പറയും. നല്ലൊരു തീവ്രമായ തീക്ഷ്ണമായ ഒരു വാസനയാണ് ഇത് കസ്തൂരി മാൻ്റെ വാസന. മനസ്സിലായില്ലേ? അതത്ര ഒരു തീവ്രമാണ്. ഈ പാവം മാൻ്റെ വിചാരം എന്താ അറിയോ? ഇത് പുറത്തുനിന്ന് എവിടുന്നോ വരുന്നു. ഇത് പലരും ചൂഷണം ചെയ്യും. പുറമേ ദൂരെ പോയി പാട്ട് പാടും. അപ്പോൾ ഈ പാവം മാൻ എന്ത് പിടിക്കുകയാണ്? ആ മണം പിടിക്കുക. അപ്പോൾ ആ പാടുന്നിടത്തുനിന്നാണ് ഇത് വരുന്നത് എന്ന് പാവത്തിന് തോന്നും. അതെന്നെ കാത് കുറിപ്പിക്കും. ഒരു വശത്ത് കാത് കുറിപ്പി പാട്ട് അപ്പോഴേക്കും അടിച്ചു കഴിഞ്ഞു, വെടിവെച്ച് കൊന്നു. ഇങ്ങനെയാണ് പാവം മാനിനെ, കസ്തൂരി മാനിനെയൊക്കെ കൊന്നൊടുക്കിയത്. ഇപ്പം വളരെ കർക്കശമാണ്, തൊടാൻ പാടില്ല. പണ്ട് അങ്ങനെയാണ് കസ്തൂരി എടുക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇന്ന് പറയുമ്പം നിങ്ങൾ ഇന്നത്തെ പത്രം വായിക്കണം. സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുക, അവിടെ ആനകൾ കണ്ടമാനം കൂടിയിട്ട് അതിനെ കൊന്ന് മാംസം വിൽക്കും അത്രേന്. എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത് പോലെ ചിന്തിക്കുക. ഈ ആനയുടെ മാംസം എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അത്ര തല്ലിപ്പൊളികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്നത്തെ പത്രം, ഇന്നത്തെ ന്യൂസാണ്, ഇൻ്റർനാഷണൽ ന്യൂസാണത്. നിൽക്കട്ടെ. അപ്പോൾ എന്താ പറയണത്? തന്നെ മഹത്വം മറന്ന് അത് മറ്റൊരാളിലാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അവിടം കൊണ്ട് അധപ്പതനമാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഉള്ളിലുള്ളത് മറ്റൊരാൾ തരേണ്ട കാര്യമില്ല. സ്നേഹം ഒരാളും തരേണ്ടതില്ല. സ്നേഹം എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. സുഖം എവിടെയുണ്ട്? ഉള്ളിയിലല്ല, ഉള്ളിയിലുണ്ട്. ഇത് പണ്ടാരോ പറഞ്ഞ പോലെയാണ്. ഒരു സ്വാമി ഇങ്ങനെ പ്രഭാഷണം ചെയ്യാണ്. ഭഗവാൻ ദൈവം എവിടെയുണ്ട്? തൂണിലും തുരുമ്പിലും ആരിയ്ക്കണോ? ദൈവം ഇരിക്കണോ? സർവത്തിലും ദൈവം ഇരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിദ്വാൻ ചോദിക്കുക, അപ്പോൾ സോഡയിലുണ്ടോ എന്ന്. അതെന്താടാ വിഡ്ഢി നീ അങ്ങനെ? ചില സർബത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഈ സർവത്തിലും ഉണ്ട് എന്നാണ് സ്വാമി പറഞ്ഞത്. പക്ഷെ ഇവൻ കേട്ടത് കുടിക്കുന്ന സർബത്തിലുണ്ടെന്നാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്നാൽ അങ്ങനെയാണ് സോഡയിലുണ്ടോ എന്ന് പറഞ്ഞ പോലെ ദൈവം ഉള്ളിയിലല്ല ഉള്ളത്, ഉള്ളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് വേണം? ആ ദൈവിക ശക്തിയെ ഉണർത്തിയാൽ ആരുടെയും അടിമയായി ഇവിടെ ഉറക്കെ പറയൂ ജീവിക്കേണ്ടതില്ല. നിങ്ങളാരും ദുർബലരല്ല, നിങ്ങളൊക്കെ കരുത്തരാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പോലും പേടിയില്ല. നിങ്ങളെ വേണമെങ്കിൽ ഹിമാലയത്തിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങോട്ട് പോന്നാലും നിങ്ങൾ അവിടെ നിൽക്കും. അതിലുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്, അതിലുള്ള കരുത്തുണ്ട്. നിങ്ങൾ ഹിമാലയത്തിലൊന്നും പോയിട്ടില്ലല്ലോ ആരും. അവിടെ ഗംഗോത്രി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എവിടെയാണ്? അവിടെ നിന്ന് പിന്നെ ഒരു 36 കിലോമീറ്റർ പോയി ഗോമുഖ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എവിടെയാണ്? ഗോമുഖ്. ഞാനൊരു 8-9 വർഷം, 10-15 വർഷം മുമ്പ് പോകുമ്പം ഈ ഗോമുഖ് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഐസൊലേറ്റഡ് ആണ്. മനുഷ്യൻ താമസിക്കാത്ത സ്ഥലമാണ്. കാരണം അവിടെയൊക്കെ മുഴുവൻ
മഞ്ഞ് വീണ് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. അവിടെ ഗുഹകളുണ്ട് ധാരാളം. അതിലൊരു ഗുഹയിൽ ഒരമ്മ 10-15 വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഷീസ് അറൗണ്ട് 45 ഇയർ ഓൾഡ് ലേഡി. ഇപ്പോൾ 45 വയസ്സായിട്ടൊരു സ്ത്രീ അത്രയും ഒരു പ്രഭാവത്തിൽ അവിടെ നിൽക്കുന്നവർ. മനസ്സിലായില്ലേ? ആ ഒരു ശക്തി, ഒറ്റയ്ക്ക് പേടിയില്ല, ആ ഒരു ധൈര്യം, അതാണ് ആ തപസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇപ്പം എല്ലാവരിലും എന്തുണ്ട്? ശക്തിയുണ്ട്. അതിന് പകരം ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? കുട്ടികളിലെ ശക്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബൂസ്റ്റ് ഈസ് യുവർ സ്ട്രെങ്ത് എന്നാണ്. ഹോർലിക്സും ബൂസ്റ്റും കൊടുത്താൽ സ്ട്രെങ്ത് ആവുമോ? അതാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആണോ? എന്ത് ചെയ്യിക്കണം? ഉള്ളിലുള്ള ശക്തി ഉണർത്തിക്കൊണ്ടുവരാൻ എന്ത് വേണം? നാമം. നിങ്ങൾ ഇന്ന് തുടങ്ങിയാൽ അടുത്ത വർഷം നിങ്ങൾ പറയും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും പേടിയില്ല. അങ്ങനെയായി തീരണമെന്നുണ്ടോ? കേട്ടില്ല നിങ്ങൾ? അങ്ങനെയായി തീരണമെന്നുണ്ടോ? നിങ്ങൾക്ക് തീരണമെന്നുണ്ട്. ആ ഒരു ധൈര്യം, ഒറ്റയ്ക്ക് നിൽക്കാൻ പോലുമുള്ളൊരു ധൈര്യം, ഒറ്റയ്ക്ക് നിൽക്കാൻ പോലുമുള്ളൊരു ഒരു കരുത്ത്, ഇത് ഭാരതത്തിലുള്ള സ്ത്രീകൾക്കുള്ളതായിരുന്നു. മനസ്സിലായില്ലേ? അതിനെന്ത് വേണം? ജപിച്ച് 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 ഉള്ളിലുള്ള ആ ശക്തി അവർക്ക് പറയൂ ഉള്ളിൽ ഉണർത്തണം. അല്ലെങ്കിൽ ഒരു കസ്തൂരിമാനിനെ പോലെ തൻ്റെ മഹത്വം കാണാതെ അതാരിലോ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് അടിമയായി അവസാനം ദുഃഖത്തിലങ്ങനെ ദുർബലരായി ജീവിക്കാം. മനസ്സിലാവട്ടെ ഈ പറയണമൊക്കെ? ഇത് രണ്ടാമത്തെ. മൂന്നാമത്തത് മൂക്കുകൊണ്ട് നശിക്കുന്നു. വണ്ട്. ആരാണ്? വണ്ടിന് ഘ്രാണശക്തി സൂക്ഷ്മമാണ്. അപ്പം താമരയിലൊക്കെ ഉള്ള തേനിൻ്റെ ആ ഒരു സ്മെൽ പെട്ടെന്ന് പിടിക്കും. ആര്? വണ്ട്. പൂക്കളിലൊക്കെ ഉള്ളത് അവർക്ക് അറിയാം അല്ലേ? അതുകൊണ്ടല്ലേ കയറി ആ തേനൊക്കെ എടുത്തു കൊണ്ടുപോകണം. ഈ പാവം വണ്ട് ഒരു താമരപ്പൂവിൽ ചെന്നിരുന്ന്, താമരയിലാണെങ്കിൽ തേനിൻ്റെ അംശം വളരെ കൂടുതൽ, ഇതങ്ങോട്ട് കുടിച്ച് ഈ ബീവറേജിൽ നിന്ന് വരുന്ന പാർട്ടിയെ പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി തലയ്ക്ക് കയറി പിടിക്കും. അപ്പോൾ അതിൻ്റെ മത്ത് പിടിക്കും. അപ്പോൾ അതിന് പറക്കാൻ പറ്റില്ല. പറക്കാൻ പറ്റാത്ത പല വണ്ടിനും റോട്ടിൽ കാണലില്ലേ? റോഡ് സൈഡിൽ കാണാറില്ലേ? പറക്കാൻ പറ്റാതെ കിടക്കുന്ന വണ്ടുകൾ. എന്നതുപോലെ ഇത് മത്ത് പിടിച്ചിട്ട് ആ പൂവിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കും. പിന്നെ കുറേ കഴിഞ്ഞാൽ സൂര്യാസ്തമയമാകുമ്പോൾ പൂവെന്ത് ചെയ്യും? കൂമ്പി 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 അടയും. ശ്വാസം കിട്ടാതെ ആ വണ്ട് അതിൽ കിടന്ന് ചത്തുപോയി. പിറ്റേന്ന് അതിൻ്റെ ജഡമാണ്. ആണോ? ഏതെങ്കിലും പക്ഷി വന്ന് അതിനെ അങ്ങോട്ട്, കുഞ്ഞു കുഞ്ഞു പക്ഷികൾ വന്ന് അതിനെ കൊത്തിത്തിന്നും. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പരമയാഥാർത്ഥ്യം എപ്പോഴും ഓർക്കണം. ലൗകികത ഒരു തേൻ സുഖമാണ്. ഇപ്പം ലൗകികതയ്ക്കൊപ്പം തന്നെ ഉള്ളിലുള്ള ആത്മീയ സുഖത്തെ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടെയല്ല ജനിക്കുന്ന നേരത്തും മറ്റുള്ളവരൊക്കെ നമ്മളിൽ നിന്നും അകലുമ്പോൾ നമ്മളിരുന്ന് കരയേണ്ടി വരില്ല. അപ്പം നമ്മളെന്ത് വേണം? ഇന്ദ്രിയ സുഖത്തിൽ നിന്നും ആത്മസുഖത്തിലേക്ക് നമ്മളെ അവർക്ക് പറയൂ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. എന്താ പറഞ്ഞത്? ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും ആത്മീയ സുഖത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടാകും. അപ്പം എന്താണ്? ആര് പോയാലും നമുക്ക് മനസ്സിലായി എൻ്റെ ലക്ഷ്യം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരലാണ്. എന്താണ്? ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ഞാൻ എവിടെ എത്തണം? പൂർണ്ണതയിലേക്ക്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ മൂന്നാമത്തെ വണ്ടായി. ഇനി നാലാമത്തത് നാക്ക്. നാക്കിൽ നശിക്കുന്ന ജീവി ആരായിരിക്കണം? മനുഷ്യനുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, അത് പറയേണ്ട കാര്യമില്ല. അതിന് ഒരു ജീവിയുടെ കാര്യം പറഞ്ഞാൽ അത് ശരിയാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയെ. പണ്ട് ക്ലാസ്സിലും ചോദിച്ചു കുട്ടികളോട് ടീച്ചർ എന്താണ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയെന്ന്. ഒരു കുട്ടി പറഞ്ഞാൽ എൻ്റെ അച്ഛൻ. നിൻ്റെ അച്ഛനെന്താ ജീവി? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി? അതെ ടീച്ചറെ, പകലാ മനുഷ്യൻ മത്സ്യം പിടിക്കാൻ പോകും, രാത്രിയും വെള്ളത്തിലാണെന്നാണ്. അപ്പോൾ പകലും വെള്ളത്തിലാണ്, രാത്രിയും വെള്ളത്തിലാണ്. അപ്പോൾ പിന്നെ മത്സ്യം പോലത്തെ ഒരു ജീവി എന്നല്ല എന്താ പറയുക ഇല്ലേ? ചില സമയത്തുണ്ടല്ലോ കുട്ടികളാണ് വളരെ നോക്കണം. ഈ കുട്ടികളുടെ അടുത്തൊക്കെ വർത്തമാനം പറയുമ്പോഴാണ് പല സത്യങ്ങളും വീട്ടിൽ നിന്ന് അറിയുക. അവരിതൊക്കെ ഒപ്പിച്ചെടുക്കും. ഒരിക്കലും ഇങ്ങനെ ക്ലാസ്സിൽ ടീച്ചർ മാത്സ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ കയറുന്നില്ല. കുട്ടികളെ എന്താണ് കൂട്ടലും കിഴിക്കലും ഒക്കെ. അപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു
ഞാനൊരു എക്സാമ്പിൾ പറയാം. നിൻ്റെ അച്ഛന് ഞാൻ 1000 രൂപ തന്നു. എത്ര? എന്നിട്ട് 1000 രൂപ. നിൻ്റെ അച്ഛൻ 500 എനിക്ക് തന്നു. ബാക്കി നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? കുട്ടി പറഞ്ഞു 1000. എടാ, നിൻ്റെ അച്ഛന് ഞാൻ 1000 റുപ്പീസ് 1000 തന്നു. നിൻ്റെ അച്ഛൻ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ 500 തിരിച്ചു തന്നു. ഇനി നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? 1000. ടീച്ചർ തല കുത്തി മറന്നിട്ടും ഇവൻ 1000 വിടുന്നില്ല. അവസാനം ടീച്ചർ ചോദിച്ചു, ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ എന്ന്. അവൻ പറഞ്ഞു, ടീച്ചർ പറയണത് എനിക്ക് മനസ്സിലായി, പക്ഷേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ടീച്ചർക്ക് മനസ്സിലായില്ല. അതാ പ്രശ്നം. അതെന്താ? എൻ്റെ അച്ഛൻ ഇന്ന് വരെ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തിട്ടില്ല. അതാണ് കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ നടക്കുന്നതൊക്കെ അതുപോലെ ഒപ്പിയെടുക്കും. ഇവിടെ കുട്ടികളെ ടീച്ചർ തലകുത്തി കണക്ക് പഠിപ്പിക്കുകയാണ്. ഇവനാണെങ്കിൽ കണക്കല്ല കയറണം, ഇവൻ അച്ഛൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അവനറിയാം. അവൻ പറഞ്ഞാൽ എനിക്കറിയാം 1500 പോയ 500 ഉള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ അച്ഛൻ തിരിച്ചു കൊടുത്ത ചരിത്രമില്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന പോലെ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 4-മത്തത് നാക്ക്. നാക്കിൽ നശിക്കുന്ന മത്സ്യം. ആരാണ്? ഒരു മുക്കുവൻ മീൻ പിടിക്കുന്ന രംഗം ഓർമ്മിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരട്ട് കൊടുത്തു, മത്സ്യം വിഴുങ്ങി. ആ മുക്കുവൻ അതിനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഹുക്ക്, ഇരുമ്പ് കുളത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ട് മത്സ്യം പടച്ച് ചത്തു. ഇതേപോലെയാണ് ഏത് നശിപ്പിക്കുന്നത്? ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താ നാക്കിന് ഇത്ര പ്രശ്നം? വളരെ ശ്രദ്ധിക്കുക. ഒന്ന് ആഹാരമാണ്. ഏതാണ്? അത് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഈ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരുടെയും നേച്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ആയുർവേദ പ്രകാരം നോക്കുമ്പോൾ മനുഷ്യനെ പണ്ട് തന്നെ മനസ്സിലാക്കി തന്നത് നമ്മൾ 3 പ്രകൃതക്കാരാണ്. എന്താ പറയുന്നത് അറിയോ നിങ്ങൾക്ക്? ഈ പ്രകൃതം എന്ന് പറഞ്ഞാൽ വാത, പിത്ത, കഫം എന്നാണ്. എന്താണ്? ഇതല്ലാത്തൊരു പ്രകൃതം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ചിലരിൽ കഫം പെട്ടെന്ന് കൂടുന്ന പ്രകൃതക്കാരനാവും. ചിലവരിൽ വാത സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടാവും. ചിലവരിൽ പിത്തം എന്ന് വെച്ചാൽ അസിഡിറ്റി പെട്ടെന്ന് ഫോം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിത്തം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിക്കാവും. വയറ് പെട്ടെന്ന് അസിഡിക്കുക. അതായത് എന്നും കോൺസ്റ്റിപ്പേഷൻ, അതായത് പ്രോപ്പറായിട്ട് അവർക്ക് മലമൂത്ര വിസർജനങ്ങളൊന്നും പ്രോപ്പർലി പോവില്ല. ഡൈജഷനും ഉണ്ടാവില്ല, ഇൻഡൈജഷനാവും, കോൺസ്റ്റിപ്പേഷനും ആവും. ഇതൊക്കെ ഇനിയിപ്പം മോശം വന്നാൽ തന്നെ ചിലപ്പോൾ ലൂസ് മോഷനാവും. ഇതൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകും. ഈ പ്രകൃതം നോക്കിക്കൊണ്ട് പോകണം അവരുടെ ഭക്ഷണ രീതികൾ. അതായത് കഫപ്രകൃതിക്കാർക്ക് കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കൊടുത്താൽ ആസ്മയും തുടർന്നുള്ള പ്രശ്നങ്ങളും എന്നും മരുന്ന് കഴിക്കണം. പിത്തപ്രകൃതിക്കാർക്ക് അസിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം കൊടുത്താലോ? ഓൾറെഡി പിത്തം അവരുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിലുണ്ട്. അതൊന്നുകൂടി കൂട്ടുന്ന തരത്തിൽ ഭക്ഷണം കൊടുത്താലോ അതൊന്നുകൂടിയും അഗ്രിവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വാദപ്രകൃതിക്കാർക്ക് അതിന് പറ്റുന്ന ഭക്ഷണം കൊടുത്താൽ അത് കുറേ കഴിഞ്ഞാൽ പെട്ടെന്ന്, അതാണ് ചിലർക്ക് ചെറുപ്പത്തിലെ റൊമാറ്റിസം, അതുപോലെ ആർത്രൈറ്റ്സും അതും ഇതൊക്കെ പട്ടാർന്ന് കയറി പിടിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അറിയോ? നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി അതിൻ്റെ ഒരു സിംറ്റം ഉള്ളതിനെ നിങ്ങളത് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരം ശീലിക്കരുത്. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ? ഇപ്പോൾ ഒരു അച്ഛനമ്മമാർക്കറിയണം മക്കളുടെ ശരീരപ്രകൃതം. അവർക്ക് പറയൂ, ഇതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അല്ലെങ്കിൽ എൻ്റെ രോഗം, ഇപ്പോൾ ആസ്മ ഉള്ള ഒരാൾ, അതായത് കഫപ്രകൃതിയുള്ള ഒരാൾ പാൽ വർഗ്ഗങ്ങൾ കഴിയുന്നതും കഴിക്കാതിരിക്കണം. കാരണം ഓൾറെഡി അവരുടെ ഉള്ളിൽ കഫം പ്രകൃതി. അവർക്ക് പറയൂ, ഇത് മനസ്സിലാക്കാത്ത ഒരു അച്ഛനും അമ്മയും പോത്തുകളാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കുട്ടികൾ രോഗികളാവുന്നത്. മനസ്സിലാവുണ്ടാവും. ശരിയാണോ പറഞ്ഞത്? അപ്പം നാക്കിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ പ്രകൃതം നോക്കിക്കൊണ്ട് വേണം ആഹാരശീലങ്ങൾ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ? ഇതുപോലെയാണ് നമ്മൾ ലോകത്തോട് ഇടപഴകുമ്പോഴും നമ്മുടെ നാക്കിനെ ശ്രദ്ധിക്കണം. അതായത് തൻ്റെ മുന്നിലുള്ളവൻ ഏത് തരത്തിലുള്ള മനസ്സിൻ്റെ അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവരോട് ഇടപഴകാൻ. പലപ്പോഴും അതറിയാതെ സംസാരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ചില ആളുകളുടെ നിയന്ത്രണം വിട്ടുപോയി ആക്രമിക്കുന്നതും ചിലപ്പം മരണത്തിൽ പോലും കലാശിക്കുന്നൊക്കെ. ആണോ? സുഹൃത്തുക്കളൊക്കെ തമ്മിൽ വെട്ടിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക? അതിനൊക്കെ എന്താ പറയുക? ഒരു ചില സന്ദർഭത്തിൽ എന്താണ് ആരോടാ പറയേണ്ടത് എന്നുള്ളൊരു അവർക്ക് പറയൂ, മിണ്ടണില്ല, നിങ്ങൾ ബോധമില്ല എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കലാണോ?
പറയണം, പക്ഷേ ആളും തരവും നോക്കി വേണം. അതിനെ എപ്പോഴും ഇതൊക്കെ എവിടെ എത്തുന്നത് അവസാനം? ഉൾക്കണ്ണ് തുറക്കണം. എന്ത് വേണം? ഇപ്പം എന്താണ് അവസാനം എവിടെ എത്തുന്നത്? നമ്മൾ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളിലൊരു അനുഷ്ഠാനം ഉണ്ടാവണം. ഇനി അഞ്ചാമത് ഇപ്പം ഏതൊക്കെ പറഞ്ഞു? കണ്ണുകൊണ്ട് നശിക്കുന്ന മീനിനെ കുറിച്ച് പറഞ്ഞു. കണ്ണുകൊണ്ട് മീനാണോ നശിക്കുന്നത്? എന്താ മിണ്ടാത്തത്? പറയണ്ടേ? പാറ്റയാണ്. പിന്നെ ചെവി കൊണ്ട് നശിക്കുന്ന കസ്തൂരി മാനിനെ കുറിച്ച് പറഞ്ഞു. നശിക്കുന്ന വണ്ടിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നാക്കുകൊണ്ട് നശിക്കുന്ന മീനിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഒന്നേ ഉള്ളൂ. ഏതാണ്? തൊക്കുകൊണ്ട് നശിക്കുന്ന ആനയുടെ കാര്യം പറയാണ്. ആരുടെ? ആനകളെ, കാട്ടാനകളെ പിടിക്കാൻ വേണ്ടി. അത് ലക്ഷണമൊത്ത കാട്ടാനകൾ. അപ്പം അതിൻ്റെ തുമ്പിക്കൈ എത്ര വലിപ്പം വേണം, കാതിനെത്ര വലിപ്പം വേണം, കൊമ്പിനെത്ര വലിപ്പം വേണം, കൊമ്പുകളും തുമ്പിക്കൈയും തമ്മിൽ അടുപ്പം എത്രയാണ്, കാലുകളുടെ വണ്ണം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണം നോക്കിയിട്ടാണ് ആനയെ പിടിച്ചു കൊണ്ടുവരിക. അപ്പം ആനയ്ക്ക് ലക്ഷണമൊത്ത ആനയാണെങ്കിലാണ് അതിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ കാട്ടുന്ന ആനയെ പിടിച്ചു കൊണ്ടുവരില്ല. ആ ആനയ്ക്ക് നല്ല എന്തുണ്ടോ നോക്കും, ലക്ഷണം. അങ്ങനെ ലക്ഷണമുള്ളൊരു ആനയെ കണ്ടെത്തിയാൽ അതിനെ വല വീഴ്ത്തി വീശണം. എങ്ങനെ വീഴ്ത്തുക? വാട്സാപ്പിൽ മെസ്സേജ് അയക്കേ ആനയ്ക്കോ? അതിനാണ് അരിക്കൊമ്പനെ പിടിക്കാൻ കുങ്കി ആനയെ പറഞ്ഞയക്കും. ആരെ? ഒരു പെണ്ണാനയെ പറഞ്ഞു. ഈ പെണ്ണാന അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 ഈ പാവം നമ്മുടെ കാട്ടാന ആ ഡാൻസ് കണ്ട് എന്തു ചെയ്യും? പതുക്കെ പതുക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി കൂടെ വരും. ഈ പാവ കുങ്കിയാന പറയും, സുന്ദരൻ ഞാനും സുന്ദരി നീയും, അല്ല സുന്ദരി ഞാനും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണമെന്ന്. ഈ പാവം പൊട്ടൻ കാട്ടാന അവളുടെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കുമ്പം ഈ കാട്ടാന അറിയുന്നില്ല വലിയൊരു കുഴിയിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനാണെന്ന്. ആ ചാട്ടത്തോടുകൂടി പിന്നെ ഇവളുടെ ഡാൻസും കഴിഞ്ഞു. പിന്നെ ഇവളുടെ കാലുകളൊക്കെ ഒതുങ്ങി. പിന്നെ അങ്ങോട്ട് ആ മസ്തകത്തിലടിച്ച് അവിടെ കിടത്തിക്കളയും. അതൊരു ക്രൂരതയാണ്. പനി പിടിപ്പിക്കും. എന്താണ്? പനി വന്ന് ക്ഷീണിക്കുമ്പോഴാണ് ഇതിനെ കയറിട്ട് വലിച്ച് കയറ്റി അവിടെ നിന്നും കൊണ്ടുവരിക. പിന്നെ അത് ബന്ധനം തന്നെ പാരിൽ എന്നും ചങ്ങരയ്ക്കുള്ളിലായി. നോക്കൂ, കാട്ടിൽ സുഖമായിട്ട് നടന്ന ഒരാനയായിരുന്നു. ഡാൻസ് കാണാൻ പോയതാണ്. ഇപ്പം അതെന്നും രണ്ട് കാലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഈ സ്പർശം എന്ന് പറയുന്നത് ഈ സുഖത്തിൽ അങ്ങനെ നമ്മൾ രമിക്കുമ്പോൾ, ലൗകിക സുഖത്തിൽ മാത്രം രമിച്ചിരുന്നാൽ അത് കുറേ കാലം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കി തരും സുഖങ്ങളൊന്നും പിടിച്ചു നിർത്താൻ നമ്മുടെ ശരീരത്തിന് അവർക്ക് പറയൂ സാധ്യമല്ല. അപ്പം സുഖം ഏതിൽ കാണണം? അനുഷ്ഠാനങ്ങളിൽ കാണണം. ഏതിൽ കാണണം? അതാണ്. നിങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് നാമൊക്കെ ചൊല്ലുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതൊരു പരമാനന്ദം തന്നെയാണ്. അത് വളർത്തിയെടുക്കണം. ശരിക്കും പണ്ട് കാലത്ത് ആ ഒന്നിച്ചുള്ള നാമജപങ്ങളിലൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് ഒരു സ്നേഹബന്ധങ്ങളായി മാറിയത്, അല്ലേ? പഴയ കാലത്തെ സഹോദര ബന്ധങ്ങളിലൊക്കെ കുറേയും കൂടിയും ആത്മാർത്ഥതയുണ്ടായതിന് കാരണം നാമജപ സംസ്കാരത്തിലൂടെ ഉണ്ടാക്കിയൊരു ബന്ധമായിരുന്നു. ആണോ? ഇന്നിപ്പോൾ അതില്ല. കുട്ടികളിൽ ഉണ്ടോ? അവരിൽ അങ്ങനെ ഒരു ആത്മാർത്ഥ ബന്ധമുണ്ടോ? അവർക്ക് പറയൂ. നമുക്ക് തോന്നും ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ആയുസ്സില്ലാത്ത അവരായി അവരുടെ പാടുകളായി. ആണോ അല്ലയോ? അവർക്ക് പറയൂ നിങ്ങൾ. ആ കാലം മാറിപ്പോയി. ഇന്നിപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അന്യരെ പോലെ ജീവിക്കുന്നവരാണ് മനുഷ്യൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? അവനവൻ്റെ ലൗകിക സുഖങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആത്മീയ സുഖത്തിലേക്ക്, ഒരു സത്സംഗ സുഖത്തിലേക്ക്. ഏതിലേക്ക് പറയൂ? ഒരു സത്സംഗ സുഖത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം. ഇങ്ങനെ ഉദ്ധവർക്ക് ഭഗവാൻ ഇങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഉദ്ധവർക്ക് മനസ്സിലായി. എന്ത്? ഞാൻ താഴേണ്ട ആളല്ല, തളരേണ്ട ആളല്ല. എൻ്റെ ഉള്ളിൽ വൈഭവമുണ്ട്, ശക്തിയുണ്ട്, ആത്മബോധമുണ്ട്. ഞാൻ അതിലേക്ക് എന്നെ ഉണർത്തണം. കൃഷ്ണൻ എന്നും എൻ്റെ കൂടെ
ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലായി ഉദ്ധവർക്ക്. അങ്ങനെയാണ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഉദ്ധവരെ, മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതായത് മനസ്സാണ് ജീവിതം. ആരാണ് ജീവിതം? ആ മനസ്സ് ആണ് ജീവിതം എന്ന് പറയുമ്പോഴും ഒരു പടിയും കൂടെ നമ്മൾ കടക്കണം. ആ മനസ്സിനെ മാറ്റിമറിക്കാനുള്ള ആത്മശക്തി, ബോധശക്തി ഉള്ളവരാണ് നമ്മളെന്ന് മറക്കരുത്. മനസ്സാണ് ജീവിതം, മനസ്സിനെ മാറ്റിമറിക്കാനുള്ള ബോധശക്തി ഉള്ളവരാണ് മറക്കരുത്. അപ്പം അതിനെന്ത് വേണം? മനസ്സാണ് ജീവിതം എന്ന് ഡെയിലി ഓർമ്മിപ്പിച്ചോളണം. എവിടെയാണ് ജീവിതം? മനസ്സുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. മനസ്സില്ലെങ്കിലോ ജീവിതമില്ല. അപ്പം 2 ശ്ലോകങ്ങൾ നിങ്ങളൊക്കെ പഠിക്കണം. ഇത് രാവിലെ നമ്മൾ കണ്ട ശ്ലോകമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 11-ാം സ്കന്ധം 23-ാം അധ്യായം 43-ാം ശ്ലോകം. ഭൂരിപക്ഷ ആളുകളുടെ കയ്യിലും ഭാഗവതമില്ലാത്തതുകൊണ്ട് ഞാൻ ചൊല്ലും, നിങ്ങൾ ആവർത്തിക്കുക. ഇതെല്ലാവരും ഒന്ന് പഠിക്കണം കേട്ടോ. രാവിലെ എണീറ്റ് ചൊല്ലണം. നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. ഇനിയിപ്പോൾ മൊബൈലുള്ളവർ റെക്കോർഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നില്ലെങ്കിലും മൊബൈലിലുണ്ടാവും. അപ്പം നിങ്ങളത് ഡെയിലി കേട്ട് 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 നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം. മൊബൈലൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, റെക്കോർഡിലിടുക. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഈ 2 ശ്ലോകങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചോണം. 11-ാം സ്കന്ധം 23-ാം അധ്യായം 43-ാം ശ്ലോകം. പുസ്തകമുള്ളവരൊക്കെ നോക്കുക. കിട്ടിയോ? ചൊല്ലിയാൽ മതി, നിങ്ങൾ ചൊല്ലിയാൽ മതി. എല്ലാവരും നിവർന്നിരുന്ന് ചൊല്ലണേ. നായം ജനോമേ സുഖദുഃഖഹേതു നിങ്ങൾ രാവിലെ ഉപ്പുമാവ് കഴിച്ചിട്ടാണോ വന്നത്? പിന്നെ എന്തോ ഒരു ശബ്ദമില്ലാത്തത്? ഉറക്കെ ചൊല്ലണേ. ഇത്ര ഇത് വേണ്ട, ഡിലേ വേണ്ട. ഡിലേ കുറച്ച് കട്ടി. നായം ജനോമേ സുഖദുഃഖഹേതു അർത്ഥമാവൂ നിങ്ങൾക്ക്? എൻ്റെ സുഖദുഃഖങ്ങൾക്ക് ആരുമല്ല കാരണം. എൻ്റെ സുഖദുഃഖങ്ങൾക്ക് മറ്റുള്ളവരല്ല കാരണം. നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവദാത്മാ ഗൃഹകർമ്മകാല. ഏതെങ്കിലും ഗ്രഹദോഷങ്ങളല്ല, കാലദോഷമല്ല, ദേവതകളല്ല, ആരുമല്ല എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം. ന ദേവദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി. മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. എൻ്റെ സംസാരചക്രം മുഴുവൻ കറക്കുന്നത് മനഃപരം കാരണം. ആരാ കാരണം? മനസ്സാണ്. അപ്പം എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നത്? മനസ്സിലാണ് നിൽക്കുന്നത്. ഇനി ആ മനസ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിമറിക്കാൻ പറ്റും. അതേതിലൂടെ പറ്റും? നാമജപത്തിലൂടെ എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് അടുത്ത ശ്ലോകം. ദാനം സ്വധർമ്മോ നിയമോയമശ്ച. ദാനം സ്വധർമ്മോ നിയമോയമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്താ പരോ ഹി യോഗോ മനസസ്സമാധി. അപ്പം നാമജപങ്ങളെ കൊണ്ട് എൻ്റെ മനസ്സിനെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പരോ ഹി യോഗോ, പരമമായ യോഗത്തിലേക്ക് എൻ്റെ മനസ്സിനെ എനിക്ക് ഉയർത്താൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? ഉദ്ധവർക്ക് മനസ്സിലായി. മനസ്സാണ് സുഖദുഃഖത്തിന് കാരണം. നാമജപത്തിലൂടെ മനസ്സിനെ ഉറക്കെ പറയൂ, ഉയർത്തിയെടുക്കണം. ഇത് 2 കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. എന്താണ്?
മനസ്സാണ് ജീവിതം. പറയൂ. മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്. പറയൂ. നാമജപത്തിലൂടെ മനസ്സിനെ ഉയർത്തണം. നിങ്ങൾ ഉയർത്തണ്ട, ജപിച്ചുകൊണ്ടേയിരുന്നാൽ മനസ്സ് ഉയർന്നോളും. നിങ്ങൾ ഈ പുട്ട് ചുടാറില്ലേ? നിങ്ങൾ തീ കൊടുത്താൽ മതി, ആവിയൊക്കെ വന്നോളും. വെള്ളം ഒഴിക്കണമെന്ന് മാത്രം, ഇല്ലേ? എന്നതുപോലെ നിങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് ആവിയാവുകയല്ല, മനസ്സെന്താവും? ഉയർന്നോളും. മനസ്സിലായില്ലേ? അത്ര ശക്തി ഏതിനുണ്ട്? ഇത് ഇതുവരെ മനസ്സിലായില്ലല്ലോ. എന്നിട്ടല്ലേ വായും പൊളിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം? നാമം വിടാതെ ഇങ്ങോട്ട് കൊണ്ടു നടന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും, പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. നിങ്ങൾ വേറെ ലോകത്തിലാണ്. എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യമായിട്ടൊന്നും എന്നെ അലട്ടുന്നില്ല. എന്തില്ല? പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കാര്യമായിട്ടൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതല്ലേ വേണ്ടത്? ആണോ അല്ലയോ? അതാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല. ഗുരുവായൂരിൽ പോകാറില്ലേ നിങ്ങൾ? അപ്പോൾ അവിടെ ശീവേരിക്ക് 6-7 ആനകളെയൊക്കെ കൊണ്ടുവരും, ഇല്ലേ? ഞാൻ കുറച്ച് കാലം ഗുരുവായൂരായിരുന്നു താമസം, മമ്മിയൂർ അമ്പലത്തിൻ്റെ നേരെ പുറകിൽ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുമ്പം അവിടെ ആനയും കൊണ്ടുവരും. ആനക്കൊട്ടിലുണ്ടല്ലോ അപ്പുറത്ത്, അറിയോ നിങ്ങൾക്ക്? അപ്പം 4-5 ആനകളെ കൊണ്ടുവരും. അപ്പോൾ അവിടെ അടുത്തടുത്തൊക്കെ ഉള്ള വീട്ടിലെ പട്ടികൾ മുഴുവൻ കുരയ്ക്കും. ആരെ കണ്ടിട്ട്? അതിപ്പോൾ ഇവിടെ ആനയെ കൊണ്ടുപോയാലും ആര് കുരയ്ക്കും? പട്ടികൾ. പക്ഷെ ഇന്ന് വരെ ഒരാനയും പട്ടിയെ നോക്കിക്കൊണ്ട് നിനക്കെന്താ കാര്യം, നിനക്കെൻ്റെ കാര്യത്തിൽ എന്താ കാര്യം, മിണ്ടാതിരിക്കട. ആന അതൊന്നും കെട്ടപാവുന്നത്. അതതിൻ്റേതായിട്ടുള്ള ആ ഒരു ഗാംഭീര്യത്തിൽ അങ്ങനെ ഒരു ഗംഭീരമായൊരു പോക്കുണ്ട്. അതിന് ഉണ്ടോ? പട്ടി കുരയ്ക്കുന്നത് 1 അല്ല 2 അല്ല 3 4 കുരച്ചാലും അതിനൊരു തരി പോലും ഇളക്കണ്ടാവില്ല. ഉണ്ടാവുമോ? നിങ്ങൾക്ക് അതുപോലെ ആവണോ? അല്ല അതിന് പകരം വേറെ പട്ടിയാണ് ആ വഴിക്ക് വരുന്നെങ്കിലോ? വേറൊരു പട്ടിയാണ് വരുന്നെങ്കിലോ? ഇവിടുന്ന് കുരയ്ക്കുമ്പോൾ അതും നിങ്ങൾക്കിതിലേതാവണം? ഇപ്പം ഇതിലേതാണെന്ന് ഞാൻ ചോദിക്കില്ലേ, വിട്ടു. നിങ്ങൾ സ്വയം തീരുമാനിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഗോഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് തിരിച്ചിട്ടാൽ ഡോഗ് എന്നാ വരിക. ഗോഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് തിരിച്ചിട്ടാൽ ഡോഗ് എന്നാ വരിക. ഒന്നുകിൽ ഗോഡാവുക അല്ലെങ്കിൽ ഡോഗാവണ്ട, അത് ഓൾറെഡി ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം ജപിച്ച് ഒരാനയെപ്പോലെ അതിൻ്റെ ഗാംഭീര്യം പോലെ തളരാത്തൊരു മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോവാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ ഇന്നിവിടെ നിൽക്കണ്ട, അവിടുന്ന് ബദരീനാഥിലേക്ക് പോവാൻ. എവിടേക്കാണ്? ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞയക്കുന്നത് എങ്ങോട്ടാണ്? അവസാനം ബദരീനാഥിലേക്കാണ്. അങ്ങനെ ബദരീനാഥിലേക്ക് പോകുന്നതിന് മുമ്പ് ഉദ്ധവർ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് അങ്ങില്ലാത്ത ഒരു ശൂന്യത നികത്താൻ പറ്റുന്നില്ല കൃഷ്ണ. കാരണം ഇത്രയും കാലം കൃഷ്ണനെ ഇങ്ങനെ കണ്ട് കൃഷ്ണനില്ലാത്ത ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു വിഷമല്ലേ അത്? ആണോ? ഒരു വലിയ ശൂന്യതയല്ലേ അത്? കാരണം ഉദ്ധവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോയിട്ടില്ല. എപ്പോഴും ആരുണ്ടാവും? കൃഷ്ണനുണ്ടാവും. ഒരുപക്ഷെ കൃഷ്ണൻ്റെ പത്നിമാരേക്കാൾ കൂടെ കൊണ്ട് നടന്നത് എവിടെ നോക്കിയാലും ഉദ്ധവരെയാണ്. അപ്പം അത്ര ഒരു കൃഷ്ണനുമായി താതാത്മ്യപ്പെട്ട ഉദ്ധവർ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങേ വിട്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കൃഷ്ണ. അപ്പോൾ ഭഗവാന് മനസ്സിലായി, ഉദ്ധവർക്ക് ഇപ്പോൾ ഇത് കേട്ടിട്ടല്ലേ ഉള്ളൂ, കുറച്ചൊരു പക്വത വരാണ്ട് ഇല്ലേ? അപ്പം ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ മെതിയടി കയ്യിൽ വെച്ചോളൂ എന്ന്. തൻ്റെ കാലിൽ കിടന്ന മെതിയടികൾ ഊരി ആർക്ക് കൊടുത്തു? ഉദ്ധവർക്ക്. പാവം ഉദ്ധവർ ആ മെതിയടിയെല്ലാം തലയിൽ വെച്ച് പൊട്ടി കരയാണ്. കാരണം ഇനിയൊരിക്കലും ആരെ കാണാൻ പറ്റില്ല? കൃഷ്ണനെ കാണാൻ പറ്റില്ല. പ്രദക്ഷിണം വെച്ച് അവിടുന്ന് നാമജപം തുടങ്ങിക്കൊണ്ട് ആ ഉദ്ധവൻ ഇറങ്ങുന്ന ആ രംഗം എന്തൊരു ഗംഭീരതയിൽ എഴുതി വെച്ചിരിക്കുന്ന ഭാഗം എന്നറിയോ? ഇത് 29-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് കാണാം. അപ്പോൾ ആ ഉദ്ധവർ അവസാനം കൃഷ്ണനോട് നമസ്കരിക്കുമ്പോൾ പറയുന്ന വരികളുണ്ട്. എന്താ പറയണത്?
എല്ലാവരും ചൊല്ലണേ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ത്വച്ചരണം ഭോജേ രതിസ്യാലനപായനീ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ത്വച്ചരണം ഭോജേ രതിസ്യാലനപായനീ. അർത്ഥം ഇതാണ്, അവിടുത്തെ നാമം എൻ്റെ ഉള്ളിൽ നിന്നൊരിക്കലും ഇനി വിട്ടുപിരിയാൻ പാടില്ല കൃഷ്ണ. അവിടുത്തെ ആ ചരണം എന്ന് പറഞ്ഞാൽ നാമം എന്നാണ് അർത്ഥം. എന്താണ്? ഭഗവാന്റെ നാമം എൻ്റെ ഉള്ളിൽ നിന്നൊരിക്കലും വിട്ടുപിരിയരുത്, അതിനെന്നെ അനുഗ്രഹിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ധവരവിടെ നിന്ന് ആ മെതേടിയുമായിട്ട് പുറപ്പെടുകയാണ്. സയേവ മുക്തോ ഹരിമേധസോദ്ധവാം പ്രദക്ഷിണം തം പരിസത്യപാദയോ ശിരോനിതായാശ്രുകലാഭിരാർദ്രതീ നിഷഞ്ജതദ്വന്ദ്വരോപ്യപക്രമേ സുദുഷ്ടജസ്നേഹവിയോഗകാതരോ ന ശക്നുവൻ സ്തംഭരിഹാതുമാതുരാം കൃഷ്ടം യയോ മൂർധനി ഭർത്തുപാതുകേ ബിഭ്രൻ നമസ്കൃത്യ യയോ പുനഃ പുനഃ തതസ്തമന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലം യഥോപതിഷ്ഠം ജഗദേകബന്ധുനാം തപസ്സമസ്തായ ഹരേരഗതിം. ആ കൃഷ്ണനെ ഇങ്ങനെ വിട്ടുപോകുമ്പോഴുള്ള ആ വിഷമം ഉള്ളിലിങ്ങനെ ഒരു വശത്ത് നാമം ഉറപ്പിക്കുക, വേറെ വശത്ത് കൃഷ്ണനില്ലെന്നും അകന്നകന്ന് ഉദ്ധവരെ നേരെ എങ്ങോട്ട് പോയി? ബദരീനാഥിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണൻ്റെ കുലത്തിൻ്റെ നാശമാണ്. ആ കുട്ടികളെല്ലാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് നേരത്തെ പറഞ്ഞ ഇരുമ്പ് പൊടിയൊരു പുല്ലായി വളർന്നു എന്നൊക്കെ, ആ പുല്ലുകളെടുത്തടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൊന്നു തീർത്തു. ബലരാമസ്വാമിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇനി കുലമൊന്നും ഇല്ല. നേരെ കടൽ തീരത്തിരുന്ന് സൂര്യാസ്തമയാണ്. അവിടെ അങ്ങോട്ട് ഇരുന്ന് ധ്യാനനിരതനായി. എന്തോ ഒരു തിരമാല ശക്തിയിൽ അങ്ങോട്ട് വന്ന് ബലരാമസ്വാമി കടലിലേക്ക് പോയി എന്നാണ്. കൃഷ്ണനാണെങ്കിൽ കടലിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്ത് ആൽവൃക്ഷ ചുവട്ടിൻ്റെ ചുവട്ടിലിരുന്നു. എവിടെ? അപ്പോഴാണ് ഇന്നലെ പറഞ്ഞ കഥയിൽ ഒരു ഇരുമ്പ് കഷ്ണമുണ്ടല്ലോ, ഒരു വേടൻ അമ്പാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നലെ. ആ അമ്പുമായി വേടൻ വരുന്നു. കൃഷ്ണൻ്റെ മഞ്ഞപ്പട്ടിൽ അസ്തമയ സൂര്യൻ്റെ കിരണം തട്ടിയപ്പോൾ ഒരു വളവളക്കം കണ്ടപ്പോൾ ഇതെന്തോ മാനാണ് എന്നൊരു ധാരണ ആർക്ക്? വേടന്. അമ്പ് ചെയ്തു. കാലിലാണ് അമ്പ് നിറയ്ക്കുന്നത്. എവിടെ? കാലിൽ. തളച്ചങ്ങോട്ട് കയറി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പൊട്ടി കരഞ്ഞു. മഹാപാപി, ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കൃഷ്ണ, അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത്ര പാപം ചെയ്യണം ഞാനിങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ. എന്നെ ശപിക്കൂ കൃഷ്ണ, എന്നെ കൊല്ലു കൃഷ്ണ, എൻ്റെ മനസ്സിൽ നിന്ന് ഭാരം പോകുന്നില്ല എന്ന്. ഭഗവാൻ പുഞ്ചിരിച്ചിട്ട് കൈ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ശപിക്കുകയല്ല, നീ എന്നെ കൊല്ലുകയല്ല, നീ എന്നെ നിഗ്രഹിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുകയല്ല, ഇങ്ങനെയാണ് ഈ ശരീരം പോകേണ്ടതെന്ന ദൗത്യം നീ പൂർത്തീകരിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന്. തൻ്റെ കാലിൽ അമ്പേൽപ്പിച്ചവൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് ഞാൻ സർവ്വവിധ മംഗളങ്ങളും നേരുന്നു. മാഭേജരേത്വമുത്തിഷ്ട കാമയേഷ കൃതോസ്മി സുഹൃതം സ്വർഗിനാം പദം. നിനക്ക് ഏറ്റവും സന്തോഷമുള്ള പദങ്ങൾ കിട്ടട്ടെ. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് ക്രിസ്തുവാണ് ക്രൂസിഫിക്കേഷൻ സമയത്ത് തന്നെ ക്രൂസിഫൈ ചെയ്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചത് എന്നാണ്. അല്ലേ ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല, അവരോട് പൊറുക്കണമേ എന്നൊക്കെ. അങ്ങനെയാണല്ലോ ക്രിസ്തു ദൈവമായി മാറുന്നത്, അല്ലേ? എന്നാൽ കൃഷ്ണൻ തൻ്റെ കാലിൽ അമ്പേൽപ്പിച്ച ആ ഒരു വേടനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തു പൊറുക്കണമെന്നേ പറഞ്ഞുള്ളൂ. കൃഷ്ണൻ സുഹൃതികളുടെ പദത്തിൽ നിനക്കെത്തിച്ചേരാൻ പറ്റട്ടെ എന്നാണ്. അതായത് അവനെ കൂടി ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്.
അപ്പോഴേക്കും കൃഷ്ണൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ്റെ ദാരുകൻ, അതായത് കൃഷ്ണൻ്റെ രഥമോടിക്കുന്ന സാരഥി എത്തി. ആ സാരഥി എത്തിയതും സാരഥിയോട് പറഞ്ഞു, അർജുനൻ വരും, സ്ത്രീകളെ കൊണ്ടുപോകാൻ പറയണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി കാലിലെ അമ്പ് നീ വലിക്കണം. എന്ത് ചെയ്യണം? ആ കൃഷ്ണൻ്റെ ശരീരത്യാഗത്തിന് കൃഷ്ണൻ്റെ ദാരുകനാണ് അമ്പ് വലിക്കുന്നത്. അമ്പ് വലിച്ചാൽ എന്താണ്ടാവുക? ജീവൻ പോവും. എന്തുണ്ടാവും? ജീവൻ അതോടുകൂടി പോവും. അപ്പോൾ ആ ജീവൻ, നിങ്ങൾ രാമായണത്തിലൊക്കെ കാണും ഇത് അല്ലേ? ഒരു മുനികുമാരൻ്റെ നെഞ്ചിൽ മാറിൽ അമ്പേറ്റ് ആ മുനികുമാരൻ പറയും, വേദന സഹിക്കാൻ വയ്യ രാജൻ, അതൊന്ന് വലിച്ചെടുക്കുമെന്ന്. ആ വലിക്കുന്നതോടുകൂടി കഴിഞ്ഞു, ജീവൻ പോയി. ഇതേപോലെ ആ കാലിൽ അങ്ങോട്ട് വലിക്കുന്നതോടുകൂടി കൃഷ്ണൻ അതിനു മുമ്പ് എന്ത് ചെയ്തു? കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ആരെ ഓർത്തത്? കൃഷ്ണനും വിഷ്ണു സഹസ്രനാമം ജപിച്ചു എന്നാണ്. എന്താണ്? കൃഷ്ണൻ പോലും ജപിച്ച മന്ത്രമാണ് ഏത്? അപ്പം നമ്മളൊക്കെ പഠിക്കേണ്ട മന്ത്രമാണ് ഏത്? ഭാഗവതത്തിലെ വരികൾ എങ്ങനെയാണ്? ഇവിടെ ചില തെറ്റുകളൊക്കെ നിങ്ങൾ പറഞ്ഞ് ശീലിക്കണ്ടേ, മാറ്റണം. ഈ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം എന്നൊന്നില്ല, തെറ്റാണ്. എന്തില്ല? സ്വർഗാരോഹണം എന്നുള്ള വാക്ക് തെറ്റാണ്. ഈ സ്വർഗം എന്നുള്ളത് ക്രിസ്ത്യൻ സംസ്കാരമാണ്. കൃഷ്ണൻ എങ്ങോട്ട് പോയി എന്നാണ്? സ്വധാമം എന്നാണ്. എവിടേക്കാണ്? സ്വധാമം. എന്താ സ്വധാമം എന്ന് പറഞ്ഞാൽ? അറിയോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടില്ല, എന്താ പറഞ്ഞ? പഴയ ആചാര്യന്മാർ പറഞ്ഞ് തെറ്റുറപ്പിച്ചു പോയി. അപ്പോൾ അത് മാറ്റി പറയണം നമ്മൾ. സ്വർഗാരോഹണമല്ല, എന്താ ഉള്ളത്? സ്വധാമം. നിങ്ങൾ ആ അധ്യായത്തിൻ്റെ അവസാനം നോക്കൂ. നിങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? കൃഷ്ണൻ്റെ സ്വധാമത്തിലേക്കുള്ള ഇല്ലേ? നോക്കാം നമുക്ക്. 5ഉം 6ഉം ശ്ലോകങ്ങൾ എടുത്താൽ മതി. ഭഗവാൻ പിതാമഹം വീക്ഷ്യ. ആരെ ഓർത്തത്? പിതാമഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഭീഷ്മാചാര്യൻ. ആരെയാണ്? ഭീഷ്മാചാര്യനെ ഓർത്തെന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലിക്കൊണ്ട് വിഭൂതിരാത്മനോ വിഭു സംയോജ്യാത്മനി ചാത്മാനം. കൃഷ്ണൻ പത്മനേത്രേ നിമേലയിൽ തൻ്റെ കണ്ണ് അടച്ചു. ലോകാഭിരാമം സ്വദനം ധാരണാധ്യാനമംഗളം. യോഗധാരണയാ, തൻ്റെ യോഗധാരണ കൊണ്ട് ശരീരം കത്തിച്ച് ധാമാവിശസ്വഖം എന്നാണ്, തൻ്റെ ധാമത്തിലേക്ക് പോയി എന്നാണ്. ധാമത്തിലേക്ക് ചേർന്നു എന്നാണ്. എവിടേക്ക് പോയിട്ടില്ല? എവിടേക്ക് പോയിട്ടില്ല? സ്വർഗത്തിലേക്ക്. അപ്പോൾ എവിടെയാണ് ധാമം എന്ന് പറയണത്? എവിടെയാണ് ആ ധാമം? ഭഗവാന്റെ ധാമം എന്ന് പറയണത് ഭഗവാൻ തന്നെ പറയുന്നു, തദ്ധാമ. എൻ്റെ ധാമം എന്ന് പറയണത് എല്ലാവരുടെയും ഹൃദയത്തിലാണ് എൻ്റെ ധാമം. എവിടെയാണ് ഇത്? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗീതയിലെ 8ാം അധ്യായത്തിൽ 25ാം ശ്ലോകം എടുക്കണം. ഇവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്, അവ്യക്തോ അക്ഷരൈത്യുക്ത സ്വധാമ പരമം മമ. 8ാമത്തെ അധ്യായത്തിൽ 25ാം ശ്ലോകം എന്താണ്? അവ്യക്തോ അക്ഷരൈത്യുക്ത സ്വധാമ പരമം മമ. യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നൊക്കെയാണ് ശ്ലോകം. അപ്പം എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ് ആര് പോയത്? ആര് പോയത്? അല്ലാതെ എവിടേക്കല്ല, സ്വർഗത്തിലേക്കുമല്ല, വൈകുണ്ഠത്തിലേക്കുമല്ല. എവിടേക്കാണ് പോയത്? എല്ലാവരുടെയും ഹൃദയത്തിലേക്കാണ്. ഭഗവാൻ തൻ്റെ ശക്തി ഭാഗവതത്തിലേക്ക് കൊടുത്തു കളഞ്ഞു. എവിടേക്ക് കൊടുത്തു? ഭാഗവതം കൊണ്ട്. ഭഗവാൻ പറയും, എൻ്റെ ശക്തി ഞാൻ ഭാഗവതത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ഏകാദശ സ്കന്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ 12ാമത്തെ സ്കന്ധത്തിലാണ് കലിയുഗ വർണ്ണനം. ഏതാണ്? കലിയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കലിയുഗത്തിലെല്ലാം തലതിരിഞ്ഞ് വരും. എന്താ കലിയുഗത്തിലെ തലയിരിയിൽ? മനുഷ്യന് പണം ഉണ്ടാവും, പക്ഷേ സ്നേഹബന്ധങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യന് സൗകര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല. മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. ഇതൊക്കെയാണ് കലിയുഗത്തിൻ്റെ പൊതുവായിട്ടുള്ള അതായത് ഭാഷയിൽ പറയുകയാണെങ്കിൽ കലിയുഗത്തിൽ സമ്പത്തുണ്ടാവും, പക്ഷേ സ്നേഹബന്ധങ്ങൾ, ശരിയാണോ പറഞ്ഞിരിക്കുന്നത്? വ്യാസൻ അന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അതുപോലെ സുഖസൗകര്യങ്ങൾ ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല. ഇതുപോലെ മനുഷ്യർക്കെല്ലാവർക്കും ഭൗതികമായ പല അറിവുണ്ടാവും,
പക്ഷേ മാനസികമായ ഒരു സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവില്ലേ? ശരിയാണോ? ഈ കലിയുഗത്തിൽ ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ഇതിനെന്താ ഒരു വഴി? ഇതിനുള്ള ഒരു വഴി നാമജപവും സത്സംഗവുമാണ്. എന്താണ്? അപ്രകാരം നാമജപത്തിൻ്റെ സത്സംഗത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, പരീക്ഷത്തെ ഇനി ആര് കടന്നു വരും? തക്ഷകൻ. കാലിൽ കടിക്കും, വിഷമേൽക്കും, മരിക്കും. പേടിയുണ്ടോ? അപ്പോൾ തക്ഷകൻ തൻ്റെ മുന്നിൽ വന്ന് കാലിൽ കടിച്ച് താൻ മരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം അപ്പോഴാണ് പരീക്ഷത്ത് അറിയുന്നത്. അതുവരെ അതിലേക്ക് ബോധമേ പോയിട്ടില്ല. പറഞ്ഞു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ശ്രീ ശിവബ്രഹ്മർഷി. കാരണം എൻ്റെ മനസ്സ് ഇപ്പോൾ നാമജപത്തിൽ നിന്നും മാറുന്നില്ല. ഞാൻ ആ നാമജപത്തിലേക്ക് അങ്ങോട്ട് അത്ര ഒരു ലഹരി പോലെ. ഏത് തലയ്ക്ക് കയറി പിടിച്ചു? ഏത് തലയ്ക്ക് കയറി പിടിച്ചു? അതുകൊണ്ട് ഇനിയിപ്പോൾ തക്ഷകൻ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അറിയുന്നില്ല. എനിക്ക് അറിഞ്ഞാലല്ലേ ഈ പ്രശ്നമുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഈ കള്ളു കുടിച്ചവരുടെ ഇൻടോക്സിക്കേഷൻ പോലെയാണ്. ഇദ്ദേഹത്തിന് ആ നാമത്തിലേക്ക് മനസ്സങ്ങനെ അലിഞ്ഞങ്ങനെ ചേർന്നു. അതിലലിഞ്ഞു പോയി. എന്തു ചെയ്യാൻ പറ്റും? പരീക്ഷത്തിനെ തക്ഷകൻ തൊട്ടതും ശരീരം കത്തിച്ചാമ്പലായതൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാന നിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവത പദം. ഗംഭീരമാണ്. ആ തലത്തിലെത്തി. അതിനുശേഷം പിന്നെ പരീക്ഷത്തിൻ്റെ ജീവിതം കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ജനമേജയൻ സർപ്പയാഗം നടത്തി. പക്ഷേ ഒരു മക്കൾ വന്നിട്ട് പറഞ്ഞു, ഭാഗവതത്തിലൂടെ അച്ഛൻ ധന്യമായ ജീവിതം, പിന്നെ എന്തിനതൊക്കെയെന്ന്. അങ്ങനെ അദ്ദേഹം വിട്ടു. ഭാഗവതം പറഞ്ഞാൽ സത്യത്തിൽ കഴിഞ്ഞു. പിന്നീടാണ് മാർക്കണ്ഡേയ ചരിതം. ആരാണ്? പണ്ട് മാർക്കണ്ഡേയ ഋഷി എന്നിട്ട് ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മോഹം. എന്താണ്? മായ കാണണമെന്ന്. എന്താണ്? അപ്പം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നരനാരായണ ഋഷിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രകടമായി അനുഗ്രഹിച്ചു. പിന്നെ അദ്ദേഹം മായ കാണുകയാണ്. എന്താ മായ? ഭയങ്കര വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി ഇപ്പം നമ്മൾ ഈ ഭാഗവതം തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു ഇല്ലേ? ഇപ്പം നോക്കൂ നിങ്ങൾ, നമ്മൾ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ പോലെ മഴയോമ വെയിലോകയാ. മഴയിൽ നിന്ന് നമ്മൾ വെയിലിലേക്ക് വന്നു. ഇപ്പം മാറി എന്ന് പറയാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെള്ളം കൂടി ആശ്രമമൊക്കെ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് ഒരു മലയും ആ മലയിലൊരാലും, ആലിലൊരു ഇല, ധാരാളം ഇലയും, അതിലൊരു ഇലയിൽ ഒരു കുട്ടി തൻ്റെ വിരലങ്ങനെ കുടിച്ചും പിടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പം ആ കുട്ടിയുടെ അടുത്തേക്ക് നീന്തി എത്തി. പെട്ടെന്ന് എന്തോ സ്വപ്നം പോലെ കണ്ണു തുറന്നു. വെള്ളവുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ചിത്രം മനസ്സിലങ്ങോട്ട് തെളിഞ്ഞു. എന്ത്? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. എന്താ പറയൂ അർത്ഥം? ഒരു ആലിലയിൽ വിരൽ കുടിച്ചിരിക്കുന്ന മുകുന്ദൻ എൻ്റെ മനസ്സിൽ ഞാൻ സ്മരിക്കുന്നു എന്നാണ് അല്ലേ? ഇവിടെ വല്ലതും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുണ്ടോ? അശ്വത്ഥം എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. എന്താണ്? അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അശ്വത്ഥ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. ശ്വ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടോ എന്നത് ഇല്ലാത്തത്, നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തത്. തൊന്ന് പറഞ്ഞാൽ ഇന്നുള്ളത്, ഇന്നുണ്ട് നാളെ ഉണ്ടോ, അതാണ് അത്ര ശരീരം. അതിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലയാണ് മനസ്സ്. ആ മനസ്സിനെ ഇളക്കുന്ന ഒരു ബോധം, അതാണ് മുകുന്ദൻ. ആ മുകുന്ദനെ ഞാൻ മനസ്സാസ്മ, അതാണ് അതിൻ്റെ അർത്ഥം, സൂക്ഷ്മാർത്ഥം. അല്ലാതെ ആലും ഇലയൊന്നും അല്ലത്. അതെല്ലാം ഒരു പ്രതീക ഭാഷകളാണ്. അപ്പോൾ ഒന്നുകൂടി ചൊല്ലാം നമുക്ക്. കരാരവിന്ദേന മുഖാരവിന്ദം മുഖാരവിന്ദേന പഥാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെ അദ്ദേഹത്തിനെ ഭഗവാൻ
പരമശിവൻ അനുഗ്രഹിച്ച് പുരാണ ആചാര്യനായി വാഴിച്ചു എന്നാണ്. ഇനി 12-ാം സ്കന്ധത്തിലെ 12-ാം അധ്യായം നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വായിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ സംഗ്രഹം എന്ന് പറയുന്ന ഭാഗം. ഇതുവരെ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് സംഗ്രഹിച്ചു വച്ചിരിക്കുകയാണ് ഭാഗവത സംഗ്രഹം. അങ്ങനെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭാഗവത്തിൻ്റെ ആ സംഗ്രഹം ഒരുമിച്ച് താഴെ തൊട്ട് ഒന്ന് നമസ്കരിക്കുക, അല്ലെങ്കിൽ തൊട്ട് തലയിൽ വയ്ക്കുക. കാരണം ഭാഗവതമാകുന്ന കൃഷ്ണശക്തി, അതും സുബ്രഹ്മണ്യ ശക്തി, സങ്കല്പശക്തിയാൽ തേജോമയമായിരിക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പം നമുക്ക് ഈശ്വരൻ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ അത് പ്രകടിപ്പിക്കാൻ രാമകൃഷ്ണ പരമഹംസർ പറയും, വെള്ളം ഭൂമിയിലുണ്ടാകും, പക്ഷേ കുഴിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നിടത്ത് വേണം കുഴിക്കാൻ, അല്ലേ? അതിനാണ് കുറ്റിയടിക്കുന്നത്. ആണോ? ആശാരിമാരെ കൊണ്ട് എന്തിനാണ് കുറ്റിയടിപ്പിക്കുന്നത്? എവിടെയാണോ കൂടുതൽ വെള്ളമാണ്. ഇതുപോലെ ഉള്ളിലുള്ള ഈശ്വരനെ ഉണർത്താൻ ക്ഷേത്രത്തിലൂടെയേ സാധിക്കുന്നു. ഏതിലൂടെ? അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയെ ഉറക്കെ പറയൂ, ഉണർത്താനാണ്. അപ്പം എത്ര നിങ്ങൾ അമ്പലത്തിൽ പോയി നാമം ചൊല്ലുന്നോ അത് ഈ വെള്ളം എളുപ്പം കിട്ടാൻ വേണ്ടി കിണർ കുഴിക്കുന്ന പോലെയാണ്. എത്ര ഒരു ക്ഷേത്രത്തിൽ പോയി നാമം ചൊല്ലുന്നോ അത്രയും നിങ്ങളുടെ ഉള്ളിൽ ദൈവീകത, ഉറക്കെ പറയൂ, ഉണർന്നു വരും. പിന്നെ നിങ്ങൾ നോക്കണ്ട, ആര് നോക്കിക്കോളും? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, പിന്നെ ഞാൻ നോക്കിക്കോളുമെന്ന് ഭഗവാൻ വഴി കാണിക്കും. മുന്നോട്ട് പോകാനുള്ള വഴി ആര് കാണിക്കും? വഴി കാണിക്കും. ഉറപ്പിച്ചോളൂ നിങ്ങൾ, ഭഗവാൻ വഴി കാണിക്കും. ഭഗവാൻ കരുത്ത് തരും. എന്ത് തരും? കരിക്കല്ല, കരുത്ത്. എന്ത് തരും? കരുത്ത് തരും, വഴി കാണിക്കും. ഭഗവാൻ അപകടങ്ങളെ മുൻകൂട്ടി കാണിച്ചു തരും. ഇത്രയൊക്കെ പോരെ? മതിയോ? ഹിന്ദുവാണ്, ജന്തുവാണ്, എന്ത് കിട്ടിയാലും മതിയാവില്ല. സദ്യയിലൊക്കെ വിളമ്പിക്കഴിഞ്ഞാൽ അപ്പോഴും ചോദിക്കും പുളിയിഞ്ചി ഉണ്ടോ എന്ന്. ഇനി അതെല്ലാം ഒക്കെ ഉണ്ട്, പപ്പടവും വിളമ്പി. അപ്പോൾ ആരോ പറഞ്ഞു അല്ലല്ല ചെറിയ പപ്പടം കൂടി വിളമ്പുണ്ട് എന്ന്. അപ്പുറത്ത് വിളമ്പുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും എന്നാൽ പിന്നെ അതും കൂടി ആവട്ടെ എന്ന്. അതായത് മനുഷ്യനെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ഓർത്തോളണം, ഭഗവാൻ നമുക്ക് ഈ 3 തരും, ഉറപ്പാണ്. എന്തൊക്കെ തരും? അത് മറന്നു. പുളിയിഞ്ചിയുടെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെയും പോയി. എന്തൊക്കെ തരും? ഉൾക്കരുത്ത് തരും. എന്താണ്? ഉൾക്കരുത്ത് തരും. പിന്നിത് തരും? മനോബലം തരും. പിന്നിത് തരും? പോവാനുള്ള വഴി കാണിച്ചു തരും. പിന്നിത് തരും? അപകടങ്ങളെയൊക്കെ കാണിച്ചു തരും. ഇത്രയൊക്കെ പോരാ? ഇത്രയും മതി. അതിനെന്ത് വേണം? ഉൾക്കണ്ണ് തുറപ്പിക്കണം. എന്ത് വേണം? അപ്പം എല്ലാം നേരെയാവും. അതിനെന്ത് വേണം? ആമഞ്ചില്ല തന്നെ വേണം, വേറെ വഴിയൊന്നുമില്ല. ഇത്രയും ഭാഗവതത്തിലൂടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു വെളിച്ചം പകർന്ന ആ ഭാഗവതം നമ്മളിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. അങ്ങനെ 12 സ്കന്ധങ്ങളിലൂടെ 335 അധ്യായത്തിലൂടെ അപ്രോക്സിമേറ്റ്ലി 18,000 ശ്ലോകങ്ങളിലൂടെ ആ വ്യാസഭാഗവതം നമ്മളിവിടെ പാരായണം ചെയ്ത് പൂർണ്ണമാക്കി സമർപ്പിക്കുന്നു. ഇനി നമുക്ക് ആ വിഗ്രഹം, നമ്മൾ ഇത്രയും ദിവസം പൂജിച്ച വിഗ്രഹത്തെ അഭിഷേകം ചെയ്യണം. അതിനെ പറയാം അവഭൃത സ്നാനം എന്നാണ് പറയുക. എന്താണ്? പൊതുവേ പണ്ട് കാലത്തൊക്കെ സപ്താഹത്തിന് കുളങ്ങളിലൊക്കെ പോയിട്ടാണ് കുളിക്കുക. ഇപ്പം നമുക്ക് കുളത്തിലൊന്നും പോകാൻ വയ്യ, മനസ്സിലായില്ലേ? കാരണം കുളമൊക്കെ പോയി. ഇപ്പോൾ കുളത്തിൽ പോയാൽ നമ്മൾ മാന്തേണ്ടി വരും. പഴയ കുളമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അവഭൃത സ്നാനമൊക്കെ തീർത്ത് നിങ്ങളുടെ തലയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഉറക്കെ ചൊല്ലണേ.